हरि ओम। Yes. श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। ओम नारायण। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यते यत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारगः वेदवेद्यं परं ब्रह्म भासतां पुरतो मम।
ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേ തേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൾ. എന്തിന് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷമായിട്ട് അറിയിക്കുന്നുണ്ടല്ലോ. അതിലേക്ക് വാസ്തവത്തിൽ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്നേ പറയാനുള്ളൂ. അതാണ് നമ്മൾ ഫേസ്ബുക്ക് ആരംഭിക്കുമ്പോൾ കൊടുക്കും. അങ്ങനെ എല്ലാ വർഷവും പൊങ്ങി വരും അല്ലേ, പോപ്പപ്പ്. ഇന്ന് നിങ്ങളുടെ പിറന്നാളാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഓർമ്മിപ്പിക്കും. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്താണ്. അതും ആക്ച്വലി സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ളത് മാത്രമാണ്, ഒറിജിനൽ അല്ല. അന്നത്തെ കാലത്ത്, നമ്മുടെയൊക്കെ കാലത്ത് സ്കൂളിൽ ചേർക്കുമ്പോൾ ജൂണിലും ജൂലൈയിലും ഒക്കെ ജനിച്ചവരെയും മെയിലാക്കിയിട്ടാണ് 5 വയസ്സ് തികഞ്ഞു എന്ന് തികച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും. സ്കൂൾ ഹെഡ് മാസ്റ്റർമാരാണ് അന്ന് ഡേറ്റ് എഴുതി കൊടുക്കുക. അല്ലാതെ അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെയൊക്കെ പലരുടെയും, നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരുടെയൊക്കെ നോക്കിയാൽ മിക്കവാറും ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെയിലായിരിക്കും. മിക്കവാറും ആ പ്രായത്തിലുള്ള ആളുകളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂണിലും ജൂലൈയിലും ആഗസ്റ്റിലും ഒക്കെ ജനിച്ചവരുടെയൊക്കെ മെയിലായിരിക്കും. അപ്പോൾ എൻ്റെ ആക്ച്വൽ വന്നിട്ട് 12/6 ഒറിജിനൽ ഞാൻ ജനിച്ച ഡേറ്റ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ 12/6, 12th ജൂണാണ്. ഇപ്പം 12th ജൂണിൽ ജനിച്ച ആളെ 19th മെയ് ആക്കിയിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആക്കി. അപ്പോൾ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും അതേ കിടക്കുള്ളൂ. അങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് ഒരു താതാത്മ്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന വേദാന്തം ആരാ ജനിക്കുന്നത് ചോദിച്ചാൽ ഈ ശരീരം മാത്രമാണ് ജനിക്കുന്നത്, ശരീരത്തിനാണ് വളർച്ചയും മരണവും ഒക്കെ ഉള്ളത്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ശരീരമല്ല എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരമാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ ഡേറ്റ് ഓഫ് ബർത്തുകളൊക്കെ, പിറന്നാളുകളൊക്കെ. നമ്മളതിൽ നിന്ന് മോചനം നേടാനാണ് ശ്രമിക്കുന്നത്.
പക്ഷെ അതിനെ വീണ്ടും വീണ്ടും ഓരോ വർഷവും പിറന്നാൾ ആഘോഷിച്ച് നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യണം. അഭിമാനം. അഭിമാനം ഊട്ടി ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മൾ ആരും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ന ജായതേ നോ മ്രിയതേ വാ കഥാചിത്. എന്തായാലും നിങ്ങളുടെയൊക്കെ സ്നേഹം അതെ പിന്നെയും വരുന്നതാണ്. പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും മറുപടി പറയാൻ വയ്യ, അതുകൊണ്ട് ഒന്നിച്ച് പറയുന്നത്. എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി ശിരസാ നമിക്കുന്നു. അപ്പോൾ അതെ, സുരേന്ദ്രൻജിക്ക് അറിയാം. അപ്പോൾ നമ്മൾ മലയാളികൾ പൊതുവെ ആചരിക്കുക നമ്മുടെ ജന്മനക്ഷത്രമാണ്. അപ്പോൾ അതിനിപ്പോൾ നിങ്ങൾക്കാർക്കും അറിഞ്ഞില്ല എന്ന് വേണ്ട, വേണമെങ്കിൽ സംശയം അതും വെച്ചിട്ട് ഉള്ളിലിരിക്കേണ്ട. ഇടവമാസത്തിലെ പൂയമാണ് നമ്മുടെ ജന്മനക്ഷത്രം. ഇടവമാസത്തിലെ പൂയം. ശങ്കരാചാര്യരുടെ ജയന്തി ദിവസം അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു നമ്മുടെ ഒരു നക്ഷത്രം. പക്ഷേ ഈ മാസം ഇടവമാസത്തിൽ അവസാനവും വരുന്നുണ്ട്. 31-ാം തീയതി ഇടവം 31-നും വരുന്നുണ്ട് പൂയം. അപ്പോഴാണ് നമ്മൾ പിറന്നാളായിട്ട് നമ്മുടെ മലയാള സമ്പ്രദായത്തിൽ ആചരിക്കുക. കേരള സമ്പ്രദായത്തിൽ നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ പ്രിയപ്പെട്ട ദിവസം, നമ്മളെ ജനിപ്പിച്ച, നമ്മളേക്ക് ജന്മം തന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ദിവസം ആ ഇടവമാസത്തിലെ പൂയമാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അവരെ ചെന്ന് സന്തോഷിപ്പിക്കുക. അത് നമ്മുടെ ഒരു കർത്തവ്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇടവമാസത്തിലെ പൂയമാണ് നമ്മുടെ ജന്മനക്ഷത്രം. അത് മനസ്സിലാക്കിയിരിക്കുക. വേണമെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ ആകാംക്ഷ ശമിപ്പിക്കാൻ വേണ്ടി. വാസ്തവത്തിൽ നമുക്ക് ജനനവും മരണവും ഇല്ല എന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അതുകൊണ്ട് പിറന്നാളുകളൊന്നും വലിയ കാര്യമൊന്നും ഇല്ല നമുക്കൊന്നും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ അതിനെ സ്വീകരിക്കണം. അവരുടെ സ്നേഹങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരം. സാധാരണ എപ്പോഴും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വിശേഷം വരുമ്പോഴാണ്, ഒരു ഒക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുക. അതിനുള്ളൊരു അവസരം എന്ന് മാത്രം എടുത്താൽ മതി. അല്ലാതെ നമ്മുടെ ശരീരത്തോടുള്ള താതാത്മ്യം നമുക്ക് കുറയ്ക്കാം. അപ്പം എന്തായാലും സന്തോഷം, എല്ലാവരോടും സന്തോഷം. ഇന്നലെ ആയിരുന്നു പൂയം, ഇനി അവസാനവും വരുന്നുണ്ട്. അതുകൊണ്ട് പിറന്നാളുകൾ അവസാനത്തെ മലയാള മാസത്തിലെ അവസാനത്തെ ജന്മനക്ഷത്രം ഉണ്ടെങ്കിൽ അതാണ് എടുക്കുക. അപ്പോൾ ഇന്നലെയും ആണെങ്കിൽ ഒരു പിറന്നാളായിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. ഹരി ഓം. ശരി, നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് മുഴുകാം. അവിടേക്ക് ആ പ്രവാഹത്തിലേക്ക് ഇറങ്ങിക്കുളിക്കാം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ 2-ാം അധ്യായം, പ്രഥമസ്കന്ധത്തിലെ 2-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം ആദ്യ ഭാഗം നമ്മൾ കുറച്ച് കണ്ടു. എവിടം വരെ എത്തി? 11-ാം ശ്ലോകം വരെ പറഞ്ഞു. തുടർന്ന് കാണണം. അപ്പോൾ ഒരു 20 ശ്ലോകങ്ങൾ വായിക്കാം. ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭാഗവതേ പ്രഥമസ്കന്ധേ ദ്വിതീയോऽധ്യായഃ. വ്യാസ ഉവാച ഇതി സംപ്രശ്നസംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണിഃ പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തും ഉപചക്രമേ. സൂത ഉവാച ഇയം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവബോധഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മുനയഃ സാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി സ വൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരദോക്ഷജേ അഹൈദുഃഖ്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. വാസുദേവേ ഭഗവതി ഭക്തിയോഗഃ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യദഹൈതുകം. ധർമ്മസ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കദാസു യഃ നോൽപാദയേത് യദി രതിം ശ്രമ ഏവ ഹി കേവലം. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്തോ അർത്ഥായോപകൽപത്തെ നാർത്തസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. കാമസ്യ നേന്ദ്രിയപ്രീതിഃ ലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്തോ യശ്ചേഹ കർമ്മഭിഃ. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദിതേ. തത്ശ്രദ്ധധാനാ മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. അധഃ പുംഭിർദ്വിജശ്രേഷ്ഠാ വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. തസ്മാദേകേന മനസാ ഭഗവാൻ സത്വതാം പതിഃ ശ്രോതവ്യകീർത്തിതവ്യശ്ച ധ്യേയഃ പൂജ്യശ്ച നിത്യതാ. യദനുദ്യാസിനാ യുക്താഃ കർമ്മഗ്രന്ഥിനിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത് കദാരതിം. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കദാരുചിഃ സ്യാന്മഹൽ സേവയാ വിപ്രാഃ പുണ്യതീർത്ഥനിഷേവണാത്. ശൃണ്വതാം സ്വകഥാം കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിദുനോതി സുഹൃത്സദാം. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. തദാ രജസ്തമോ ഭാവാഃ കാമലോഭാദയശ്ച യേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഏവം പ്രസന്നമനസോ ഭഗവൽ ഭക്തിയോഗതഃ ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായത്തെ. ഭിദ്യതേ ഹൃദയഗ്രന്ഥിഃ ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവ ആത്മനീശ്വരേ. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദിനീം. സത്വം രജസ്തമ ഇതി പ്രകൃതേർഗുണാസ്തൈഃ യുക്തഃ പരഃ പുരുഷ ഏകൈഹാസ്യ ധത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ. ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യുഃ. പാർത്ഥിവാദാരുണോ ധൂമഃ തസ്മാദഗ്നിത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യദ്ബ്രഹ്മദർശനം.
ഭേജിരേ മുനയോദാഗ്രേ ഭഗവന്തമദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താനിഹ. അതുവരെ മതി. ഒരു 6-7 ശ്ലോകം കൂടി ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. ശൗനകാദികളുടെ ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് സൂതൻ മറുപടി പറയാൻ ആരംഭിച്ചു. നിങ്ങളുടെ ചോദ്യം ലോകമംഗളത്തിനുള്ളതാണ്. കാരണം നിങ്ങൾ ഭഗവാനെക്കുറിച്ചാണ് ചോദ്യം ചെയ്തത്. എങ്ങനെയാണ് ആത്മപ്രസാദമുണ്ടാവുക എന്നതാണ് നിങ്ങളുടെ ചോദ്യം. തീർച്ചയായിട്ടും ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം മനുഷ്യൻ ആചരിക്കേണ്ടത് ഭഗവാനിൽ ഭക്തി വളർത്തുക എന്നുള്ളതാണ്. ഭഗവാനോടുള്ള ഭക്തിയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കർത്തവ്യം. സവൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരധോക്ഷജേ അഹൈതുകീ അപ്രതിഹത യയാ ആത്മാ സംപ്രസീദതി. ആത്മപ്രസാദം എങ്ങനെ ഉണ്ടാവുന്നല്ലേ ചോദിച്ചത്. ആത്മപ്രസാദം ഉണ്ടാവണമെങ്കിൽ ആ ഭഗവാന്റെ നേരെ അകൈതവമായ കാരണരഹിതമായ അൺകണ്ടീഷണൽ ലവ് തടസ്സമില്ലാതെ വേണം. ആ ഭഗവാൻ സത്യസ്വരൂപനായിട്ടുള്ള അധോക്ഷജനായ ഭഗവാന്റെ നേർക്കുള്ള ഭക്തിയാണ് നമ്മുടെ ആത്മപ്രസാദത്തിനുള്ള ഏറ്റവും മാർഗം. കാരണം ഭഗവാനെ ഇവിടെ അധോക്ഷജൻ എന്നെടുത്ത് പറഞ്ഞത് ഓർമ്മിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി രൂപമല്ല അവിടെ ഭഗവാന്റെ അധോക്ഷജൻ എന്നാ പറഞ്ഞത്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ വൈഷ്ണവമായ ശക്തി, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ശക്തി, ആ ഭഗവാനെ അറിഞ്ഞ് ആ ഭഗവാനോടുള്ള പ്രേമം അത് ലോകത്തോടുള്ള പ്രേമമായി മാറും. കാരണം ഭഗവാൻ തന്നെയാണ് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ എന്ത് കണ്ടാലും ഭഗവാനെയാണ് ഓർമ്മ വരേണ്ടത്. ഭഗവാന്റെ മൂർത്തികളാണ് ഈ വിശ്വം. വിശ്വരൂപനാണ് ഭഗവാൻ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതാവട്ടെ ഈ പ്രപഞ്ചത്തിലെ ഏത് ദർശനവും. എന്ത് കണ്ടാലും അതിൽ ഭഗവാനെ കാണാൻ കഴിയുക, ഭഗവാന്റെ വ്യാപ്തി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനോട് പ്രേമം വളരും. അപ്പോൾ നമ്മുടെ ഹൃദയം പ്ലസൻ്റായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ രാഗദ്വേഷങ്ങളാകുന്ന കാലുഷ്യങ്ങൾ, തിരമാലകൾ അസ്വസ്ഥതകളെ ഉണ്ടാക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള രാഗദ്വേഷങ്ങളാകുന്ന തിരമാലകളാണ് നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയെ കളയുന്നത്. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണമെങ്കിൽ, അലയില്ലാത്ത ആഴി പോലെ ശാന്തമായിരിക്കണമെങ്കിൽ നമുക്ക് ഈ ലോകത്തോട് സമഭാവന ഉണ്ടാവണം. ആ സമഭാവന ന്യൂട്രലായിട്ടുള്ള ഒരു ഡള്ളായിട്ടുള്ള ഒരു സമഭാവനയല്ല, ഒരു വിരക്തിയോടുകൂടി അല്ലെങ്കിൽ വെറുപ്പോടുകൂടി ഒരു സമഭാവനയല്ല, പ്രേമപൂർവമായ ഒരു സമഭാവന. അത് ഭഗവാനാണെന്നുള്ള ഭാവത്തോടെ. ഭഗവാന്റെ ശരീരമാണ് ഈ വിശ്വം, ഭഗവാന്റെ പ്രകടനമാണ് ഈ വിശ്വം, ഭഗവാൻ തന്നെയാണ് ഈ വിശ്വം. നമുക്ക് ഭഗവാനെ ഈ വിശ്വത്തിലൂടെ കാണാം, ഈ വിശ്വത്തിലൂടെ ഭഗവാനെ സേവിക്കാം. എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത്? ശങ്ക വേണ്ട, ഈ വിശ്വത്തിലൂടെ ഭഗവാനെ പൂജിക്കാം. ഈ വിശ്വസേവ വിശ്വനാഥ സേവ തന്നെയാണ്. ഈ ജഗത് സേവ ജനാർദ്ദന സേവ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സപ്പോൾ രാഗദ്വേഷരഹിതമായിട്ട് ശാന്തമായിരിക്കും. കാറ്റും കോളും ഒന്നും വന്ന് ഒരു തരത്തിലുള്ള സുനാമികളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അതാണ് ഏന ആത്മാ
യയാ ആത്മാ സംപ്രസീദതി. ആ ഒരു സ്റ്റാറ്റിക് ആയിരിക്കുന്ന ഒരവസ്ഥ, എന്നാൽ ഉള്ളിൽ അത് ഡൈനമിക് ആണ് താനും. വളരെ പ്രേമപൂർവമായ ആ ഒരു സമത്വം ആർക്കും പിടിച്ചുലയ്ക്കാൻ പറ്റാത്തതായിട്ടൊരവസ്ഥ അതുണ്ടാവണം. അതുണ്ടാവുന്നത് എങ്ങനെയാണ്? അധോക്ഷജനായ ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞ് അദ്ദേഹത്തോടുള്ള നമ്മുടെ പ്രേമം വർദ്ധിച്ച് വർദ്ധിച്ചു വരണം. അപ്പോൾ ഭഗവാനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും തോറും, അതിനെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ആ ഭക്തിയോഗം വളരും തോറും, അത് പ്രയോഗിക്കും തോറും വൈരാഗ്യവും ജ്ഞാനവും ജനിക്കുന്നു. ഈ ലോകത്തോടുള്ള നമ്മുടെ രാഗദ്വേഷങ്ങൾ മാറുന്നു എന്നർത്ഥം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗമില്ലായ്മ മാത്രമല്ല, ദ്വേഷമില്ലായ്മയുമാണ്. വൈരാഗ്യ ശബ്ദത്തിന് രാഗദ്വേഷരഹിതമായ അവസ്ഥ എന്നാണ് അർത്ഥം. കാരണം ദ്വേഷവും ബന്ധനമാണ്. നമ്മൾക്ക് ആരോടെങ്കിലും ശത്രുതയോ വെറുപ്പോ ഏതെങ്കിലും വസ്തുക്കളോട് അവജ്ഞയോ അറപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ദുഃഖകാരണമാണ്, അതും ബന്ധനമാണ്. അതുകൊണ്ട് ഒന്നിനോടും നമുക്ക് അവേർഷനും ഉണ്ടാവാൻ പാടില്ല, ഒന്നിനോടും അമിതമായിട്ടുള്ള ആകർഷണവും ഉണ്ടാവാൻ പാടില്ല. അട്രാക്ഷനും അവേർഷനും രണ്ടും ബന്ധനമാണ്. രാഗവും ദേശവും അത് രണ്ടും ഇല്ലാത്ത, കാന്തത്തിൻ്റെ കാന്തശക്തി പോയ അവസ്ഥയാണ്. നമ്മുടെ മനസ്സൊരു കാന്തമാണ്, അതിന് അതിൻ്റെ ഒരു രാഗദ്വേഷങ്ങളാകുന്ന ശക്തിയുണ്ട്. ചിലതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ചിലതിനെ തള്ളിവിടും. അത് മനസ്സിൻ്റെ ഒരു കാന്തിക ശക്തിയാണ്. ആ മനസ്സിൻ്റെ കാന്തിക ശക്തിയെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം. രാഗദ്വേഷങ്ങളാകുന്ന ശക്തിയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ഉപായമാണ് ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി. അങ്ങനെ ഭഗവാന്റെ നേരെയുള്ള ഭക്തി വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നു, നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. ജ്ഞാനവും അഹൈതുകമായ ജ്ഞാനവും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള നമ്മുടെ ധർമാചരണങ്ങളൊക്കെ എന്തിനായിട്ടായിരിക്കണം? ഭഗവാനോട് ആഭിമുഖ്യം ജനിപ്പിക്കുന്നതായിരിക്കണം. ഭഗവാന്റെ കഥകളിൽ രതി ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ധർമാനുഷ്ഠാനങ്ങളെല്ലാം വെറുതെ പ്രയത്നം മാത്രം. നിങ്ങളുടെ ജീവിതം വളരെ ബോറാണ്, പാഴായി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അനുഷ്ഠാനത്തോടൊപ്പം ഭഗവാനോടുള്ള പ്രേമവും വർദ്ധിച്ചു വരട്ടെ, ഭഗവാന്റെ കഥകളോട് താല്പര്യമുണ്ടായി വരട്ടെ. ഇനി ധർമാനുഷ്ഠാനം എന്തിനു വേണ്ടിയിട്ടാണ്? അത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ആപവർഗ്യമാണ് ധർമ്മം. ധർമ്മസ്യ ഹി ആപവർഗ്യസ്യ. അപവർഗത്തിലേക്ക് നയിക്കുന്നതാണ് ധർമ്മം. അപവർഗം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സ്റ്റെയർ കേസാണ് ധർമ്മം എന്ന മാർഗം. അതിൽ വഴിയിൽ നിങ്ങൾ എവിടെയും നിന്ന് പോകരുത്. വഴിയിൽ അർത്ഥവും കാമവും അനുഭവിച്ചുകൊണ്ട് പൊക്കോളൂ, അവിടെ തടഞ്ഞു നിൽക്കാതിരുന്നാൽ മതി. അർത്ഥകാമങ്ങൾ നിങ്ങളെ പ്രലോഭിപ്പിച്ച് വഴിതെറ്റിക്കും, നിങ്ങളെ താഴേക്കിറക്കും. അങ്ങനെ താഴേക്കിറങ്ങാതെ ലക്ഷ്യമാകുന്ന അപവർഗം അഥവാ മോക്ഷത്തിലേക്ക് തന്നെ പോവുക. അർത്ഥകാമങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ധർമാചരണം അർത്ഥസമ്പാദനത്തിന് വേണ്ടിയല്ല. അതുപോലെ കാമഭോഗങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യമല്ല. സ്വർഗാദികളൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. അതെല്ലാം ക്ഷയിക്കുന്നതാണ്, അതെല്ലാം നമ്മളെ ബന്ധിക്കുന്നതാണ്. കാമഭോഗങ്ങളോടുള്ള നമ്മുടെ തൃഷ്ണ നമ്മൾക്ക് ബന്ധനമാണ്. പിന്നെയും നമ്മളെ സംസാരത്തിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുന്നു. അതുകൊണ്ട് കാമം അനുഭവിക്കാനോ ധനം സമ്പാദിക്കാനോ അല്ല നിങ്ങൾ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല. പിന്നെയോ ഉള്ളതുകൊണ്ട് സംതൃപ്തരായി ജീവിക്കണം. യാവതാ ജീവേത. യാവത ഉള്ളതുകൊണ്ട്, എത്രമാത്രമുണ്ടോ അത്ര കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, കണ്ടന്റഡ് ആയിരിക്കുക. പിന്നെ മനുഷ്യ ജീവിതം
എന്തിനു വേണ്ടിയിട്ടാണ്? തത്വജിജ്ഞാസ, സത്യമറിയാനുള്ളതാണ് മനുഷ്യ ജീവിതം. സത്യമറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജന്മം ഇരുട്ടത്തുള്ള ജീവിതമായി മാറും. ഇരുട്ടത്ത് ജീവിക്കണോ വെളിച്ചത്തിൽ ജീവിക്കണോ എന്ന് തീരുമാനിക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. കുറെ ആളുകൾ ഇരുട്ടത്ത് തന്നെ ജീവിച്ച് കഴിച്ചുകൂട്ടി ഇരുട്ടത്ത് തന്നെ മരിച്ചു പോകുന്നു. ഇരുട്ടിൽ ജനിച്ച് ഇരുട്ടിൽ ജീവിച്ച് ഇരുട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. അവർക്ക് എന്താ പറയുക, നിർഭാഗ്യവാന്മാർ. കണ്ണ് കാണാതെ, ലോകമെന്തെന്നറിയാതെ, ജീവിതമെന്തെന്നറിയാതെ, താനാരെന്നറിയാതെ, ഒന്നും അറിയാതെ ഇരുട്ടത്ത് ജനിച്ചു, ഇരുട്ടത്ത് മരിച്ചു. പാഴ് ജന്മങ്ങൾ. വല്ല എന്താ പറയുക, പൊത്തിലും മാളങ്ങളിലും ജീവിക്കുന്ന കൃമികീടങ്ങളെപ്പോലെ, ഉരകങ്ങളെപ്പോലെ, മൂഷികനെപ്പോലെ ഒക്കെയുള്ളൊരു ജീവിതം. വെളിച്ചത്ത് ജീവിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം? ചിന്തിക്കുക. ആ വെളിച്ചമാണ് തത്വജ്ഞാനം. അപ്പോൾ ആ തത്വജ്ഞാനത്തിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി, വസ്തുതകൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനനശീലത്വമാണ്. മനനശീലത്വം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള സാമർഥ്യമാണ്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തെ മെനു എന്താണെന്ന് ചിന്തിക്കാനല്ല പറഞ്ഞത്. ഇന്ന് എന്താണ്, സാമ്പാർ വേണോ, രസം വേണോ, മളോഷ്യം വേണോ, അതല്ല ചിന്തിക്കണം. അതിനല്ല ബുദ്ധി തന്നിരിക്കുന്നത്. എന്തിനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്? എന്തിനെക്കുറിച്ചാണ് മനനം ചെയ്യേണ്ടത്? കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോമേ താതഹ. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ആരാണ്, നീ ആരാണ്, ഈ ലോകം എന്താണ്, ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എവിടേക്ക് പോണു, എന്താണ് എൻ്റെ ജന്മലക്ഷ്യം, എന്ത് നേടിയാലാണ് എനിക്ക് ജന്മസാഫല്യം ഉണ്ടാവുക, ഇതാണ് ചിന്തിക്കേണ്ടത്. ഇത് ചിന്തിക്കുമ്പോഴേ മനുഷ്യനാവുള്ളൂ. മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന് പറഞ്ഞ് പാട്ടുപാടിയതുകൊണ്ടൊന്നും ഒരാളും മനുഷ്യനാവണില്ല. മൃഗങ്ങളെക്കാൾ മോശമാവുകയാണ് ചെയ്തത്, അല്ലേ? വെറുതെ പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന്. മനുഷ്യനാവണം എന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിക്കണം. ജീവസ്യ തത്വജിജ്ഞാസ. ജീവിതത്തിന്റെ ലക്ഷ്യം ഈ തത്വമറിയലാണ്. തത്വമറിയാൻ വേണ്ടി തത്വമറിഞ്ഞ് വെളിച്ചത്തിൽ ജീവിക്കൂ. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. അസത്തിൽ നിന്നെന്നെ സത്യത്തിലേക്ക് നയിച്ചാലും സത്തിലേക്ക് നയിച്ചാലും, അനിത്യത്തിൽ നിന്നെന്നെ നിത്യത്തിലേക്ക് നയിച്ചാലും, തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്നെന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ കിടക്കുന്ന എന്നെ ജ്ഞാനം നൽകി എൻ്റെ ജീവിതം കണ്ണു തുറന്ന് എൻ്റെ ജീവിതം പൂർണ്ണതയിൽ ജീവിക്കാൻ, എൻ്റെ ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ട് അതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി, അതിൻ്റെ പൂർണ്ണത അത് കണ്ണു തുറന്ന് ജീവിക്കുമ്പോഴാണ്. കണ്ണുണ്ടായിട്ട് കണ്ണുകെട്ടി ജീവിച്ച ഗാന്ധാരിമാരെ പോലെ ആവരുത് നമ്മൾ. ഗാന്ധാരിയുടെ ജീവിതം നഷ്ടമാണ്. ഒരു ഗാന്ധാരി ആവരുത് നമ്മളാരും. കണ്ണ് തുറന്ന് ജീവിക്കുക. ഇവിടെ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് കാഴ്ച തരുന്ന ദർശനങ്ങളാണ് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ. ശ്രുതിസ്മൃതികൾ നമ്മുടെ ദർശനങ്ങളാണ്, നമ്മുടെ കണ്ണുകളാണ്, നമ്മുടെ നേത്രങ്ങളാണ്. ആ ശ്രുതിസ്മൃതികളെ കൊണ്ട് കണ്ണ് തുറന്ന് ലോകത്തെ ശരിയായ രീതിയിൽ കണ്ട് ശരിയായ രീതിയിൽ നിർഭയരായി ആസ്വദിച്ച് ജീവിക്കുക. നിർഭയരായി ജീവിക്കുക. ഇരുട്ടത്ത് ഭയമാണ്, വെളിച്ചമാണ് നിർഭയത്വം. ആ വെളിച്ചമുണ്ടാകട്ടെ, ജ്ഞാനത്തിൻ്റെ വെളിച്ചമുണ്ടാകട്ടെ. ശ്രുതിസ്മൃതികളുടെ വെളിച്ചം നമ്മുടെ കണ്ണുകളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ബുദ്ധിയെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. അതാണ് ജീവസ്യ തത്വജിജ്ഞാസ എന്ന് പറയുന്നത്. ഒരു ജീവന്റെ ലക്ഷ്യം ഈ സത്യമറിയലാണ്. ആ തത്വത്തെക്കുറിച്ച് തത്വവിത്തുക്കൾ
പല പേരിൽ പറയുന്നു. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. തത്വവിത്തുക്കൾ ആ തത്വത്തെ, ആ പരമാർത്ഥത്തെ എന്ത് പറയുന്നു? ജ്ഞാനം അദ്വയം, അദ്വയമായ ജ്ഞാനമെന്നും, ബ്രഹ്മമെന്നും, പരമാത്മാ, പരമാത്മാവെന്നും, ഭഗവാൻ ഇതി ഇങ്ങനെയൊക്കെ ശബ്ദതേ, പല ശബ്ദങ്ങളെ കൊണ്ട് അവരതിനെ സൂചിപ്പിക്കുന്നു, അവരതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓരോരുത്തരും ഓരോ ദേശത്ത് ഓരോ കാലത്ത് ഓരോ പേരിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. തത്വം ഒന്നാണ്, വസ്തു ഒന്നാണ്. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകമായ ആ സത്തിനെ അറിവുള്ളവർ, ജ്ഞാനികൾ, ബഹുധാ വദന്തി, പല പേരിൽ വിളിക്കുന്നു എന്ന് മാത്രം. സത്യം ഒന്നേ ഒന്ന്. അതാണ് ഇവിടെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ഒക്കെ പറയുന്നു. അപ്പോൾ ഉപനിഷത്തിൽ ബ്രഹ്മമെന്ന് വേദാന്തികൾ പറഞ്ഞിരിക്കുന്നു. മറ്റു ചിലർ ഹിരണ്യഗർഭ ഉപാസകന്മാര് പരമാത്മാ എന്ന് പറയുന്നു. ഭക്തന്മാർ ഭഗവാൻ എന്ന് പറയുന്നു. മറ്റു ചില ജ്ഞാനികൾ ജ്ഞാനം പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നു. ഇങ്ങനെ പല പേരിൽ പറയുന്നു എന്നേ ഉള്ളൂ. പേരിലേ മാറ്റമുള്ളൂ, വസ്തുവിൽ മാറ്റമില്ല. ഇന്നലെ ഞാൻ അവസാനം പറഞ്ഞ ഉദാഹരണങ്ങൾ ഓർക്കുക. വെള്ളം ഒന്നാണ്, അതിനെ പാനീയെന്നും വാട്ടർ എന്നും നീരെന്നും ജലമെന്നും തണ്ണിയെന്നും ഒക്കെ പറഞ്ഞതുകൊണ്ട് സാധനം മാറാൻ പോകുന്നില്ല. യു ക്യാൻ കോൾ ഇറ്റ് ആസ് യു ലൈക്ക്. നിങ്ങളുടെ ദേശത്തും കാലത്തും എന്ത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുമോ ആ പേരിൽ വിളിച്ചോളൂ. തമിഴ്നാട്ടിൽ പോയാൽ തണ്ണി കുടുങ്കോ എന്ന് പറയൂ. വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ പാനി ദേദോ എന്ന് പറയൂ. വേറെ എവിടെയെങ്കിലും പോയാൽ ഇംഗ്ലീഷുകാരോടാണെങ്കിൽ പ്ലീസ് ഗീവ് മീ സം വാട്ടർ. മലയാളത്തിലാണെങ്കിൽ അല്പം വെള്ളം തരുമോ. തിരുവനന്തപുരത്താണെങ്കിൽ വെള്ളങ്ങൾ തരുമോ എന്ന് ചോദിച്ചോളൂ. തിരുവനന്തപുരത്ത് വെള്ളമല്ല, വെള്ളങ്ങൾ തരുമോ എന്ന് ചോദിച്ചോളൂ. സംസ്കൃതത്തിൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ആപഹ ദീയതാം, ജലം ദീയതാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കിട്ടുന്നതെല്ലാം H2O അല്ലേ? ദാഹം മാറാനുള്ള വെള്ളം തന്നെയാണ് എല്ലായിടത്തും കിട്ടുക. പേര് പലത്, ശബ്ദങ്ങളാണ് പലത്. ഇത് ശബ്ദതേ, വസ്തു ഒന്നാണ്, അതാണ് തത്വം. ആ തത്വത്തെ, അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ പരമകാരണമായ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി, ഇറ്റ് ഈസ് കോൾഡ് ബൈ മെനി നെയിംസ്. ഈശ്വര അല്ലാ തേരോ നാം സബ്കോ സന്മതിദേ ഭഗവൻ. അല്ലയോ ഭഗവാനെ, എല്ലാവർക്കും ഈ ഒരു ബുദ്ധി, സദ്ബുദ്ധി നൽകിയാലും, സത്തൊന്നേ ഉള്ളൂ എന്ന ബുദ്ധി എല്ലാവർക്കും നൽകിയാലും. തുടർന്ന് തത്ശ്രദ്ധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. 12ാം ശ്ലോകം. തത്ശ്രദ്ധാനാമുനയഃ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തത് ശ്രദ്ധദാനാഹ തത്ശ്രദ്ധദാനാഹ. തത് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൽ, അതിനെ എന്നൊക്കെ അർത്ഥത്തിലാണ്. ഏതിനെ? ആ പരമമായ തത്വത്തെ. തത്വജിജ്ഞാസുക്കളായ ശ്രദ്ധദാനാഹ എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധയെ ധരിച്ചിരിക്കുന്നവർ, അതിൽ താല്പര്യത്തെ ധരിച്ചിരിക്കുന്നവർ, അതിൽ സത്യത്വബുദ്ധിയെ ധരിച്ചിരിക്കുന്നവർ, അവരാണ് ശ്രദ്ധദാനാഹ മുനയഃ. മുനയഃ മനനശീലാഹ മുനയഃ അന്തർമുഖാഹ മുനയഃ. മുനികളെന്നാൽ മൗനം മനനം ഒക്കെ ശീലമായിരിക്കുന്നവർ. മൗനം എന്ന് പറഞ്ഞാൽ അന്തർമുഖതയാണ് മൗനം.
മനനം എന്ന് പറഞ്ഞാൽ വിചാരം. അപ്പോൾ അന്തർമുഖരായി വിചാരം ചെയ്യുന്നവരെയാണ് മുനികൾ എന്ന് പറയുക. അപ്പോൾ സത്യാന്വേഷികളാണ് അവർ, വിചാരശീലന്മാരായിട്ടുള്ള മുനികൾ. ഈ പരമസത്യത്തിൽ ശ്രദ്ധാലുക്കളായി തൽപരരായി അവര് ജ്ഞാനവൈരാഗ്യയുക്തയാ ഭക്ത്യ, എങ്ങനെയുള്ള ഭക്ത്യ? ശ്രുതഗൃഹീതയാ ഭക്ത്യ ആത്മനി ആത്മാനം പശ്യന്തി. ജ്ഞാനവൈരാഗ്യയുക്തയാ ശ്രുതഗൃഹീതയാ ഭക്ത്യ, അവര് ഭക്തിപൂർവം. എങ്ങനെയുള്ള ഭക്തി? ജ്ഞാനവൈരാഗ്യയുക്തയാ ഭക്ത്യ എന്ന് പറഞ്ഞു. ജ്ഞാനവും വൈരാഗ്യവും ചേർന്നതും. ജ്ഞാനം സത്യത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം. എന്താണ് ഉണ്മ എന്നതാണ് ജ്ഞാനം. അല്ലാതെ എന്തിനെങ്കിലും മാത്തമാറ്റിക്സ് അറിഞ്ഞതുകൊണ്ട് ജ്ഞാനമായില്ല, ഫിസിക്സ് അറിഞ്ഞതുകൊണ്ട് ജ്ഞാനമായില്ല, ലാംഗ്വേജസ് അറിഞ്ഞതുകൊണ്ട് ജ്ഞാനമായില്ല. ഇവിടുത്തെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ഉള്ളത്, സത്യം എന്താണ്, ആ ഉണ്മയെക്കുറിച്ച് അറിയുന്നവനാണ് ജ്ഞാനി. അപ്പോൾ ആ സത്യത്തെക്കുറിച്ചിട്ടുള്ള അറിവും അസത്തായ ഈ ലോകത്തോട് ആസക്തിയില്ലായ്മയും, അതാണ് വൈരാഗ്യം. സത്തിനെക്കുറിച്ച് അറിഞ്ഞതോടുകൂടി സത്തിനോടുള്ള പ്രേമം കൂടി, അസത്തിനോടുള്ള ആസക്തി കുറഞ്ഞു. അങ്ങനെ വൈരാഗ്യത്തോടും കൂടി ഭക്തിയ, ഭക്തിയ എന്ന് പറഞ്ഞാൽ ഈ തത്വത്തോടുള്ള ഭക്തിയ. ആ തത്വത്തെ തന്നെ ഭഗവാനെന്നോ പരമാത്മാ എന്നോ വിളിക്കാം. ആ പരമാത്മാവിനോടുള്ള അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തിയോടെ. അത് എവിടുന്ന എങ്ങനെയായി ഭക്തി വളരുന്നത്? ശ്രുതഗൃഹീതയാ, ശ്രുതം ശ്രോത്രേന്ദ്രിയത്തിലൂടെ കേട്ടിട്ട്. അപ്പോ ഭക്തി വളരണമെങ്കിൽ എങ്ങനെയാ ഭക്തി വളരുക? ശ്രവണം കൊണ്ടേ ഭക്തി വളരുള്ളൂ. ഭക്തിയുടെ എന്താ പറയുക, കൃഷിയില് വളരെ പ്രധാനമാണ് ശ്രവണം എന്ന കർമ്മം. നിങ്ങൾക്ക് ഭക്തി കൊയ്യണമെങ്കിൽ നിങ്ങൾ ശ്രവണം അനുഷ്ഠിക്കണം. ആദ്യത്തെ പടി ശ്രവണമാണ്. എപ്പോഴും ശ്രവണം ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഈ ശ്രവണത്തിലൂടെ ഉണ്ടാവുന്ന ഭക്തിയെ രക്ഷിക്കുവാനുള്ള ഉപായങ്ങൾ മാത്രമാണ്. അപ്പോൾ ശ്രവണം എന്നുള്ളത് വിത്ത് വിതയ്ക്കലാണ്. ഭക്തിയുടെ വിത്തുകൾ ശ്രവണത്തിലൂടെയാണ് വിതയ്ക്കപ്പെടുന്നത്. ശ്രവണത്തിലൂടെ അത് വളർന്നു വരും. ശ്രവണം തന്നെയാണ് അതിനുള്ള വളവും വെള്ളവും. അപ്പോൾ ശ്രവണത്തിലൂടെ ഭക്തിയുടെ വിത്തുകൾ വിതച്ച് ശ്രവണമാകുന്ന വെള്ളവും വളവും കൊടുത്ത് അതിന് കൂട്ടത്തിൽ വേണമെങ്കിൽ കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം എന്നൊക്കെയുള്ള ഭക്തിയുടെ മറ്റ് പോഷക ആചാര അനുഷ്ഠാനങ്ങൾ ഒക്കെ ആവാം. ആ ഭക്തിയെ വളർത്താനും നിലനിർത്താനും ഉള്ള പരിശ്രമങ്ങളാണിതെല്ലാം. ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം, വന്ദനം, അർച്ചനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് വരയ്ക്ക് ഭക്തിയെ ഉയർത്തിക്കൊണ്ടുപോകാം. ആത്മനിവേദനമാണ് കൊയ്യാറാവുന്ന അവസ്ഥ. ഭക്തിയുടെ കൃഷി സഫലമാകുന്നത്, അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ആത്മനിവേദനത്തിലാണ്. ആത്മനിവേദനം താനില്ലാതാവുകയാണ്. താൻ ആരെ ആരാധിച്ചുവോ ആ ഭഗവാനിൽ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ലയിച്ചു ചേരലാണ്. സായുജ്യം തന്നെയാണത്. ഞാനില്ല, ഭഗവാനേ ഉള്ളൂ, ഭഗവാൻ മാത്രം. ഈ ശരീരം അത് ഭഗവാന്റെ ഒരു ഉപകരണം മാത്രം. ഭഗവാനെ സേവിക്കുവാൻ വേണ്ടിയുള്ള എന്താ പറയുക, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഉപകരണം മാത്രം. ഭഗവാനിൽ സമർപ്പിതമായൊരു ഉപകരണം മാത്രം. ഇവിടെ എൻ്റെ ഇച്ഛയില്ല, എൻ്റെ അജണ്ടകളില്ല, ഞാനില്ലാതാവുകയാണ് ആത്മനിവേദനം. ഞാനില്ലാതാവുകയാണ് പൂർണ്ണമായിട്ട്. എൻ്റെ വ്യക്തിത്വത്തെ, എൻ്റെ അഹങ്കാരത്തെ, എൻ്റെ സർവസ്വത്തെയും ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് അജണ്ടകളൊന്നുമില്ല. പിന്നെ ഞാൻ അവൻ്റെ കയ്യിലെ ഉപകരണം മാത്രം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു സ്ഥാപനത്തിലെ ഭൃത്യൻ എങ്ങനെയാണോ സ്ഥാപനത്തിനോട് ലോയലായി, ഡെഡിക്കേറ്റഡായി ആ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അയാൾക്ക് സ്വന്തമായിട്ട് അജണ്ടകളൊന്നുമില്ല. ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയാണ് അദ്ദേഹത്തിൻ്റെ
പ്രവൃത്തികൾ ലക്ഷ്യം. അതുപോലെ ലോയലായിട്ടുള്ള ഒരു ഭൃത്യൻ മാത്രം ഞാൻ എന്നെ പരിപൂർണമായി ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഞാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സുഖദുഃഖങ്ങളൊന്നുമില്ല, എനിക്ക് ലാഭനഷ്ടങ്ങളൊന്നുമില്ല. ഞാനെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അത് ആ ഒരു തലത്തിലേക്ക് ഭക്തി വളരണം. അതാണ് ഭക്തിയുടെ പരമമായിട്ടുള്ള ഔന്നത്യം, വളർച്ച. അപ്പം അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? ശ്രവണമാണ്. ശ്രവണത്തിലൂടെ ഭക്തി വളരുള്ളൂ. അപ്പോൾ ഇവിടെ ചില ആളുകൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, തീർത്ഥാടനങ്ങൾ ചെയ്യുന്നുണ്ട്, പല വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സത്സംഗത്തിലേക്ക് എത്തി നോക്കില്ല. സത്സംഗത്തിൽ പോകുന്നവരോട് പോലും പുച്ഛം. സത്സംഗം പണിയൊന്നുമില്ലാത്തവർക്കുള്ളതാണ് എന്ന് കരുതി അവരെ പുച്ഛിക്കുകയും അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയും അതിനുവേണ്ടി ഒരു സഹായവും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. മെജോറിറ്റി ഭക്തന്മാർ നമ്മുടെ അങ്ങനെയുള്ളവരാണ്. അവരൊക്കെ എന്ത് ഭക്തന്മാരാണ് വാസ്തവത്തിൽ? അവരൊക്കെ വെറും വിഗ്രഹാരാധകൻ മാത്രമാണ്, പ്രാകൃത ഭക്തന്മാരാണ്. അവർക്കൊന്നും ഭക്തിയുടെ ABCD ആയിട്ടില്ല. ഭക്തിയുടെ ABCD ആയിട്ടില്ല. ആവാൻ പോകുന്നേ ഉള്ളൂ. കുറേ കാലം ഇങ്ങനെ ക്ഷേത്ര ദർശനങ്ങളും അർച്ചനകളും പൂജകളും തീർത്ഥയാത്രകളും ഒക്കെ നടത്തി കഴിയുമ്പോഴേ അവർ ഇതിന് പാകത നേടുള്ളൂ. ഈ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ, ഭക്തിയുടെ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത അവർ നേടാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അവർ വിചാരിക്കണം അവർ സർവജ്ഞന്മാരാണെന്നാണ്, അവരെല്ലാം തികഞ്ഞവരാണ് എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെയൊക്കെ പുച്ഛം ആണ് അവർക്ക്. യഥാർത്ഥത്തിൽ നമുക്ക് അവരെ ഓർത്ത് സിമ്പതൈസ് ചെയ്യാം, പാവങ്ങൾ. അപ്പോൾ യഥാർത്ഥ ഭക്തി ഉണ്ടാവുന്നത് ശ്രവണം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയണം ആദ്യം. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ ഭഗവാനെ അറിയുള്ളൂ, ഭഗവാനോട് പ്രേമം ഉണ്ടാവുള്ളൂ. ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ ഭഗവാനെ ശരിക്ക് പ്രേമിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്രേമം ഭഗവാനെ അറിയാത്ത പ്രേമമാണ്. ഭഗവാൻ ആരെന്നോ എന്തെന്നോ അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ഇന്നത്തെ സോക്കാൾഡ് ഭക്തി. ക്ഷേത്രങ്ങളിലെ തിരക്ക് കണ്ടിട്ട് എല്ലാവരും ഭക്തന്മാരാണെന്നും കരുതണ്ട. വിളിക്കാം നമുക്കവരെ, പാവങ്ങളെ ഭക്തന്മാരെന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാം, അവരെ നിരാശപ്പെടുത്തണ്ട. ഭക്തജനങ്ങളെ എന്നൊക്കെ വിളിക്കാം നമുക്ക്. യഥാർത്ഥത്തിൽ ഭഗവാനെ അറിഞ്ഞാലല്ലാതെ ഭഗവാനെ സ്നേഹിക്കാനാവില്ല. ഏതൊരു വസ്തുവിൻ്റെയും മഹത്വം അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആവുള്ളൂ. അപ്പോൾ ഈ അറിവ് ആകാശത്തുനിന്ന് പൊട്ടി വീഴില്ല, യാദൃച്ഛികമായി ഉണ്ടാവില്ല. അത് ശ്രവണം കൊണ്ടേ ഉണ്ടാവുള്ളൂ, സത്സംഗം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭക്തി ഉത്ഭവിക്കണമെങ്കിൽ സത്സംഗം വേണമെന്ന് ഒരു പ്രാഥമികമായിട്ടുള്ള അറിവെങ്കിലും, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ എവിടെയാ ഭക്തി വളരുക? ശ്രുതഗൃഹീതയാ ഭക്തിയാ. ശ്രുതഗൃഹീതയായ ഭക്തി, കേട്ട് ധാരാളം ശ്രവണം ചെയ്തുണ്ടായ ഭക്തി കൊണ്ട്, ജ്ഞാനവൈരാഗ്യത്തോടുകൂടിയ ഭക്തി കൊണ്ട് ഈ മുനികളായിട്ടുള്ള ആളുകൾ, അന്തർമുഖന്മാരായിട്ടുള്ളവർ ആത്മനി ആത്മാനം പശ്യന്തി. ഇവിടെ ആത്മനി ആത്മാനം പശ്യന്തി, തന്നിൽ തന്നെ ആ പരമാത്മാവിനെ ദർശിക്കുന്നു. തന്നിൽ തന്നെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആത്മനി എന്ന് പറഞ്ഞത് ജീവാത്മനി, ക്ഷേത്രജ്ഞേ. നമ്മൾ രാവിലത്തെ ഹരിമയുടെ ക്ലാസ്സിലെ താഴെ ഇരിക്കുന്ന പക്ഷിയാണ് ഇവിടെ ആത്മനി എന്ന ആദ്യത്തെ ശബ്ദം. ആത്മാനം എന്നുള്ളത് മുകളിലിരിക്കുന്ന പക്ഷി. അവനവനിൽ തന്നെ അവനവനെ കാണുകയാണ് ഇവിടെ. യഥാർത്ഥ അവനവനെ കാണുക. ഈ ജീവാത്മാവായിരിക്കുന്ന, ഇപ്പോൾ ജീവാത്മാവെന്ന് ഭ്രമിച്ചിരിക്കുന്ന സുഖി ദുഃഖി
എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സംസാരിയായിരിക്കുന്ന ഈ ജീവാത്മാവ് വാസ്തവത്തിൽ ജീവാത്മാവല്ല. തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. എൻ്റേതല്ലാത്ത ധർമ്മങ്ങളെയൊക്കെ ഞാൻ ഏറ്റുപിടിച്ചതാണ്. ഇത് വാസ്തവത്തിൽ ഈ വിഷമതകളൊന്നും, ഈ സംസാര ദുഃഖങ്ങളൊന്നും എന്നിലേക്ക് സ്പർശിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞാൻ താദാത്മ്യം പ്രാപിച്ചു. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു സ്ഫടിക കുപ്പിയിൽ ചുവന്ന വെള്ളം ഒഴിച്ചു വെച്ചാൽ കുപ്പിയുടെ നിറം എന്തായി? ഇപ്പോൾ ചുവപ്പ് വെള്ളമായി, ചുവപ്പ് നിറമായി. വാസ്തവത്തിൽ ആ കുപ്പി എപ്പോഴെങ്കിലും ചുമന്നിട്ടുണ്ടോ? കുപ്പിക്ക് ഒരു തരത്തിലും ചുവപ്പ് ബാധിച്ചിട്ടില്ല. ആ വെള്ളത്തിൻ്റെ ചുവപ്പാണ് കുപ്പിയെ ബാധിച്ചത്. അത് തിരിച്ചു ആവാട്ടോ. ചുവന്ന കുപ്പിയിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴിച്ചു വെച്ചാൽ തിരിച്ചും വെള്ളത്തിൻ്റെ നിറം ചുവപ്പായിട്ട് മാറുന്നു. കുപ്പി ചുവപ്പാണ്, വെള്ളം സ്വച്ഛമാണ്. അതിലൊഴിച്ചു വെച്ചപ്പോൾ അതിൻ്റെ ധർമ്മം അതിലേക്ക് പകർന്നു. നമ്മൾ ചുവന്ന വെള്ളം എന്ന് വ്യവഹരിക്കുന്നു. വാസ്തവത്തിൽ കുപ്പിയാണ് ചുവന്നത്, വെള്ളം ശുദ്ധമാണ്. അതേപോലെ തിരിച്ചും. അതുപോലെ ഇവിടെ ഉപാധികളുടെ ധർമ്മം ആത്മധർമ്മമായി ആരോപിച്ച് ഞാൻ സംസാരിയായി വിഷമിക്കുകയാണ്. ഞാൻ സുഖി, ദുഃഖി, ഞാൻ കാണുന്നവൻ, കേൾക്കുന്നവൻ, ഞാൻ കർത്ത, ഭോക്ത, ഇങ്ങനെ ഞാൻ താദാത്മ്യം പ്രാപിച്ചു. എൻ്റെ ലോവർ നേച്ചറുമായിട്ട്, എൻ്റെ ഉപകരണങ്ങളുമായിട്ട് ഞാൻ താദാത്മ്യം പ്രാപിച്ചു. ആശാരി തൻ്റെ ഉളി തേഞ്ഞപ്പോൾ ഞാൻ തേഞ്ഞു എന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യുക? ഉളി പൊട്ടിയാൽ ഞാൻ പൊട്ടി എന്ന് വിചാരിച്ചാൽ മോശമല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കണത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഉളിയും മഴുവും ആയുധങ്ങളുമാണ് ഈ കയ്യും കാലും ഒക്കെ. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഉപായങ്ങളാണ്, ഉപാധികളാണ്. പക്ഷെ നമ്മൾ അതാണെന്ന് ധരിച്ചു. എന്നിട്ട് അതിൻ്റെ ന്യൂനതകളൊക്കെ നമ്മുടെ ന്യൂനതകളാക്കി നമ്മൾ ഏറ്റെടുത്തു. അങ്ങനെ നമ്മൾ സുഖിയും ദുഃഖിയുമായി മാറി, സംസാരിയായി മാറി. അപ്പോൾ വിചാരം ചെയ്യുന്നവർ വൈരാഗ്യത്തോടുകൂടി, ജ്ഞാനത്തോടുകൂടി, ഭക്തിയോടുകൂടി, അന്ധകരണം ശുദ്ധമായ ഈ മുനികൾ ആത്മനി ആത്മാനം പശ്യന്തി, തൻ്റെ ഉള്ളിലുള്ള തൻ്റെ ആ സ്വരൂപത്തെ ശുദ്ധമായ പരമാത്മ ചൈതന്യമായി സാക്ഷാത്കരിക്കുന്നു. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ജീവാത്മാവിൽ പരമാത്മാവിനെ ദർശിക്കുന്നു. അയമാത്മാ ബ്രഹ്മ എന്ന ബോധം അയാളിൽ ഉറയ്ക്കുന്നു. അപ്പോൾ ഭക്തി കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുന്നുള്ള മറുപടിയാണ് ഇവിടെ. തത്ശ്രദ്ധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. ഭക്തി ഉണ്ടായാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവുകയും അവനവൻ്റെ ആത്മസ്വരൂപത്തെ തെളിഞ്ഞു കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതുതന്നെയാണ് മോക്ഷം. ആത്മജ്ഞാനം തന്നെയാണ് മോക്ഷം. അപ്പോൾ ഭക്തി കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് സമ്പാദിക്കേണ്ടത്? ഭക്തിയാണ് സമ്പാദിക്കേണ്ടത്. ഏതാണ് ഉത്തമമായ സാധനം? മോക്ഷത്തിനുള്ള മാർഗത്തിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ്? മോക്ഷസാധന സാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി. മോക്ഷസാധന സാമഗ്രികളിൽ വെച്ച് ഭക്തി തന്നെയാണ് ഏറ്റവും ഗൗരവമേറിയത്, മഹത്വമേറിയത് എന്ന് ആദിശങ്കര ഭഗവത്പാദരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോക്ഷ സാധനം, മോക്ഷമാർഗം, അതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ സത്യാഭിമുഖ്യമാണ്, സത്യത്തോടുള്ളതായിട്ടുള്ള പ്രേമമാണ്, പരമാത്മ വസ്തുവുമായിട്ടുള്ള ആ ഒരു ശ്രദ്ധയാണ്. ആ പരമാത്മ വസ്തുവിലുള്ള ശ്രദ്ധ തന്നെയാണ് ഭക്തി. അതിനെ നമ്മൾ പല പേരിൽ വിളിക്കുന്നു. ഭഗവാനിധി ശബ്ദ്യതേ, ഈശ്വരനിധി ശബ്ദ്യതേ, നാരായണനിധി ശബ്ദ്യതേ, ശിവ ഇതി ശബ്ദ്യതേ, ശക്തി ഇതി ശബ്ദ്യതേ, സുബ്രഹ്മണ്യ ഇതി ശബ്ദ്യതേ, ഗണപതി ഇതി ശബ്ദ്യതേ. ശബ്ദങ്ങളെ വ്യത്യാസമുള്ളൂ,
തത്വം ഒന്നാണ്. അപ്പോൾ ആ തത്വജ്ഞാനം നേടാനായിക്കൊണ്ട് മുനികൾ ഭക്തി വളർത്തി, ശ്രവണത്തിലൂടെ ഭക്തി വളർത്തി ജ്ഞാനവൈരാഗ്യങ്ങളെ പോഷിപ്പിച്ച് അവരുടെ ഉള്ളിൽ തന്നെയുള്ള ക്ഷേത്രജ്ഞ ചൈതന്യത്തിൽ പരമാത്മ ചൈതന്യത്തെ കണ്ടറിയുന്നു, സാക്ഷാത്കരിക്കുന്നു. വളരെ ഗഹനങ്ങളായ വിഷയങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും എന്തെങ്കിലും ഒരു ഗ്രഹണം വേണമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അധഃ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗസഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അധഃ പുംഭിർദ്വിജശ്രേഷ്ഠാഃ വർണ്ണാശ്രമ വിഭാഗസഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അതഃ അതുകൊണ്ട്, therefore, പുംഭിഹി മനുഷ്യൈഹി മനുഷ്യന്മാരാൽ, പുംഭിഹി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാൽ എന്നാണ് അർത്ഥം. ഇവിടെ സ്ത്രീഭിഹി എന്നും എടുക്കണം. അണ്ടർസ്റ്റുഡ്. ദ്വിജശ്രേഷ്ഠാഹ, അല്ലയോ ശൗനകാദി ബ്രാഹ്മണ ശ്രേഷ്ഠരെ, നിങ്ങൾ മനസ്സിലാക്കുവിൻ. വർണ്ണാശ്രമ വിഭാഗസഃ സു അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിഃ ഹരിതോഷണം. വർണ്ണാശ്രമ വിഭാഗങ്ങളോടുകൂടെ, വർണ്ണവിഭാഗം, ആശ്രമ വിഭാഗം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വർണ്ണങ്ങളും ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസാദി ആശ്രമങ്ങൾക്കും അനുസരിച്ച് അവരവരുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ, ധർമ്മങ്ങൾ വിശേഷമായി വ്യത്യസ്തമായി വേർതിരിച്ച് തന്നിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ വേർതിരിച്ച് തന്നിട്ടുണ്ട്. എന്താണ് ബ്രാഹ്മണധർമ്മം, എന്താണ് ക്ഷത്രിയധർമ്മം, എന്താണ് വൈശ്യധർമ്മം, എന്താണ് ശൂദ്രധർമ്മം, എന്താണ് ബ്രഹ്മചാരിയുടെ ധർമ്മം, ഗൃഹസ്ഥധർമ്മം, വാനപ്രസ്ഥധർമ്മം, സന്യാസിധർമ്മം. ഇങ്ങനെ ജീവിതത്തിലെ അവനവൻ്റെ റോളും അവനവൻ്റെ സ്ഥാനവുമൊക്കെ അനുസരിച്ച് ധർമ്മം വിശേഷമായി തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? സു അനുഷ്ഠിതസ്യ ധർമ്മസ്യ, നന്നായി അനുഷ്ഠിക്കപ്പെട്ട ധർമ്മം. വെറുതെ ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടല്ല ധർമാനുഷ്ഠാനം. പിന്നെയോ ആ ധർമാനുഷ്ഠാനം കൊണ്ട് വലിയൊരു ഗുണം ഉണ്ടാവാനുണ്ട്. ഏതാണ്? അതിൻ്റെ സംസിദ്ധി, അതിൻ്റെ പ്രയോജനം, സമ്യക്കായ സിദ്ധി ഹരിതോഷണം. ഹരിതോഷണം, ഹരിയുടെ പ്രസാദം, ഭഗവാന്റെ പ്രസാദം. എവിടെ അറിയാം? ഹരി തോഷിച്ചാൽ എങ്ങനെയാ അറിയുക? ഇപ്പം നമ്മൾ അത് ഇവിടെയാണ് ഹരി തോഷിക്കുക. ആത്മപ്രസാദനം, ഹരിയുടെ പ്രസാദം നമ്മുടെ ഉള്ളിൽ അറിയാം. എപ്പോഴാ ഹരി പ്രസാദിക്കുക? നമ്മുടെ ഉള്ളിലെ ഹരി പ്രസാദിക്കുക നമ്മൾക്ക് പൂർണ്ണതയുണ്ടാകുമ്പോൾ, നിറവുണ്ടാകുമ്പോൾ. ആ പൂർണ്ണതയും നിറവും എവിടെയുണ്ടാവുക? എപ്പോഴാ ഉണ്ടാവുക? എന്തെങ്കിലും കിട്ടിയാന്നറിയോ? എന്ത് കിട്ടിയാലും അറിയാൻ പോകുന്നില്ല. പിന്നെയോ ഞാൻ പൂർണ്ണനാണ് എന്ന അറിവാണ്. ഞാൻ ഓൾറെഡി ഫുള്ളാണ്, ഞാൻ പൂർണ്ണനാണ്, ഞാൻ അനന്തനാണ്, എന്നിലൊരു കുറവുമില്ല, എനിക്കൊന്നും ഉണ്ടാക്കേണ്ടതില്ല, ഒന്നും നേടേണ്ടതില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല, എവിടേക്കും പോകേണ്ടതുമില്ല. ഐ എം ഓൾറെഡി പൂർണ്ണ, അനന്ത, തൃപ്ത. ആ അറിവാണ് യഥാർത്ഥത്തിൽ ഹരിതോഷണം. അപ്പോൾ ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണതയിലേക്ക് എത്തും നമ്മൾ. ഭഗവാൻ പ്രസാദിച്ചാൽ അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ആത്മജ്ഞാനമായിട്ടത് അനുഗ്രഹമായി വരും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാവണം. നമ്മുടെ ധർമാനുഷ്ഠാനം മുഴുവൻ ഈ ആത്മസാക്ഷാത്കാരം, ഈ പൂർണ്ണതയിലേക്ക് എത്തുക, അതായിരിക്കണം ലക്ഷ്യം. അപ്പോൾ ദ അൾട്ടിമേറ്റ് ഗോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം, അത് ഈ ഹരിതോഷണമാണ്, ഭഗവത് പ്രീതിയാണ്. ഭഗവത് പ്രീതി എന്നാൽ ആത്മതൃപ്തി തന്നെയാണ്. ആ ആത്മതൃപ്തി ഉണ്ടാകുന്നത് ഈ ആത്മജ്ഞാനം ഉറയ്ക്കുമ്പോഴാണ്. യാതൊരു സംശയവുമില്ല. നാന്യഃ പന്ഥ അയനായ വിദ്യതേ. വേറൊരു വഴിയില്ല, വേറെ ഷോർട്ട് കട്ടുകളുമില്ല. ഭഗവാൻ പ്രസാദിക്കുക തന്നെ വേണം.
ഭഗവാൻ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ എവിടെയോ ഇരുന്ന് പ്രസാദിക്കൽ അല്ല, ഭഗവാൻ ഇവിടെ ഇരുന്ന് പ്രസാദിക്കുക. അതുകൊണ്ട് തസ്മാത് ഏകേന മനസാ ഭഗവാൻ സത്വതാം പതിഃ ശ്രോതവ്യകീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യതാ. തസ്മാദേകേന മനസാ ഭഗവാൻ സത്വതാം പതിഃ ശ്രോതവ്യകീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യതാ. തസ്മാത് ദർഫോർ, ഇത്രയും യുക്തികൾ പറഞ്ഞിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് അല്ലയോ ശൗനകാദികളെ, ഏകേന മനസാ, ഒറ്റ മനസ്സായിട്ട്, വ്യഭിചാരിയായിട്ടുള്ള മനസ്സല്ല, അവിടെ പോണോ ഇവിടെ പോണോ അത് വേണോ ഇത് വേണോ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സല്ല, വഴിവിട്ടു പോകുന്ന മനസ്സല്ല. ഏകേന മനസാ, ഒറ്റ മനോവൃത്തി കൊണ്ട് ഭഗവാൻ സത്വതാം പതിഃ, ആ ഭക്തന്മാരുടെ സത്വതാം പതി, സാത്വികന്മാരുടെ ഭക്തന്മാരുടെ നായകനായ രക്ഷകനായ ആ ഭഗവാൻ ശ്രോതവ്യ കീർത്തിതവ്യ ധ്യേയ പൂജ്യ നിത്യത. നിത്യത എല്ലായ്പ്പോഴും എപ്പോഴും ആ ഭഗവാൻ വേണം, ഭഗവാനെ കുറിച്ച് വേണം. ശ്രോതവ്യ, ശ്രവണം ചെയ്യണം, അതാണ് പ്രഥമം കർത്തവ്യം. ശ്രോതവ്യ, കേൾക്കേണ്ടവനാണ് ഭഗവാൻ. കീർത്തിതവ്യ, കീർത്തിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ. കേട്ടതിനെ കുറിച്ച് ഉറയ്ക്കാനാണ് നമ്മൾ കീർത്തിക്കുന്നത്. നമ്മൾ കീർത്തിക്കും തോറും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് ഉറയ്ക്കുന്നത്. ധ്യേയ, മനസ്സുകൊണ്ട് ആ ഭഗവാനെ തന്നെ നിരന്തരം ധ്യാനിക്കണം, സ്മരിക്കണം. ആ ഭഗവത് ചിന്ത തന്നെ എപ്പോഴും ഉണ്ടാവണം. പൂജ്യ, ആ ഭഗവാനെ തന്നെ പൂജിക്കണം. എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ പൂജയാണെന്ന് സങ്കല്പിച്ചോളൂ. അതുമാത്രമല്ലാതെ ഭഗവാനെ പ്രത്യേകമായിട്ടും പൂജിച്ചോളൂ. ഭഗവാന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് വിഗ്രഹാദികളിലോ അതുപോലെയുള്ള പ്രതീകങ്ങളിലോ ഒക്കെ പൂജിച്ചോളൂ. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പൂജയാക്കി മാറ്റിക്കോളൂ. അങ്ങനെ ധ്യേയ പൂജ്യ നിത്യത എല്ലായ്പ്പോഴും. അപ്പോൾ എന്തിനു വേണ്ടി? തസ്മാത് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി. ഏതിനു വേണ്ടി? ഹരിതോഷണത്തിന് വേണ്ടി. ഹരിതോഷണം എങ്ങനെയുണ്ടാവുക? ഭക്തി കൊണ്ട്. അപ്പോൾ ഭക്തി ഉണ്ടാവാനാണ് എന്ത് ചെയ്യേണ്ടത്? ഭഗവാനെ കുറിച്ച് ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം മുതലായവയൊക്കെ. അവിടെ പൂജ്യ എന്നുള്ളത് കൊണ്ട് ബാക്കിയൊക്കെ പെട്ടു. ശ്രോതവ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രവണം കർത്തവ്യ, കീർത്തിതവ്യ എന്നതുകൊണ്ട് കീർത്തനം കർത്തവ്യം, ധ്യേയ എന്ന് പറഞ്ഞതുകൊണ്ട് സ്മരണം, പൂജ്യ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനം, വന്ദനം, ദാസ്യം അതൊക്കെ പെട്ടു. പിന്നെ സഖ്യം, ആത്മനിവേദനം, അത് ആന്തരികമായിട്ടുള്ളൊരു സൂക്ഷ്മമായിട്ടുള്ളൊരു തലമാണ്. അത് ബാഹ്യമായിട്ടുള്ളതല്ല. ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥൂലമായിട്ടുള്ള ആരാധനയാക്കി മാറ്റാം. മറ്റത് ഉള്ളിലാണ്. സഖ്യവും ആത്മനിവേദനവും ഒക്കെ അത് ആന്തരികമായിട്ടുള്ളൊരു ഭാവമാണ്. അത് മനസ്സുകൊണ്ട് ഭഗവാനെ സഖാവായി കാണുക, മനസ്സുകൊണ്ട് പൂർണ്ണമായി ഭഗവാനിൽ അർപ്പിക്കുക, മനസ്സില്ലാതെയാവുക. അപ്പോൾ ഈ 4 ഇതുകൊണ്ട് തന്നെ ഭക്തിയുടെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചു. തസ്മാദേകേന മനസാ ഭഗവാൻ സത്വതാം പതിഃ ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച ധ്യേയഃ പൂജ്യശ്ച നിത്യതാ. അപ്പം നമ്മുടെ ജീവിതം ധർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ഭഗവത് ഭക്തി വർദ്ധിക്കുവാനായിക്കൊണ്ട് ശ്രവണം ചെയ്യണം, കീർത്തനം ചെയ്യണം, ധ്യാനാദികൾ അഥവാ സ്മരണം വേണം, പൂജനാദികൾ വേണം. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിലിരുന്നു കൊണ്ട് അവരവരുടെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു സംസ്കാരമായി മാറ്റുക. കുറേ കഴിയുമ്പോൾ നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ കുറയുകയും ഈ പ്രവൃത്തികൾ കൂടിക്കൂടി വരികയും ചെയ്യും. ഭഗവാനിൽ നിന്ന് വിട്ടുമാറാതെ ബാക്കി ലൗകിക കർമ്മങ്ങളിലേക്ക് പോകാതെ
മനസ്സ് എപ്പോഴും ഭഗവാനിൽ ഉറയ്ക്കും. എങ്ങനെയാണോ യശോദയ്ക്കും രോഹിണിക്കും മറ്റ് ഗോപികമാർക്കും ആദ്യകാലത്ത് തൈരിലും പാലിലും വെണ്ണയിലും പശുവിലും ഒക്കെ മനസ്സുടക്കിയിരുന്നു, പിന്നീട് ഭഗവാൻ അവരെ കളിപ്പിച്ച് വെണ്ണയിൽ നിന്നും പാലിൽ നിന്നും തൈരിൽ നിന്നും പശുവിൽ നിന്നുമൊക്കെ അവരുടെ മനസ്സിനെ അടർത്തി ഭഗവാൻ തന്നിലേക്ക് ഉറപ്പിച്ചു. അവരുടെ കർമ്മങ്ങളൊക്കെ അവർ മറന്നു. അവരാകെ കൂടി ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഭഗവാന് വേണ്ടിയായി മാറി. അപ്പം അതുപോലെ ആവും നമ്മളും. നിരന്തരമായി നമ്മുടെ കർത്തവ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. അതൊക്കെ ചെയ്യുമ്പോഴും ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, സഖ്യം, പാദസേവനം അതൊക്കെ നടക്കട്ടെ. അപ്പോൾ ഭക്തി ഉണ്ടാവാനുള്ള വഴിയാണ് ഭഗവാനെക്കുറിച്ച് ശ്രോതവ്യ, ഒന്നാമത്തെ പടി. ശ്രവിക്കുന്തോറും ഭക്തി വളരും. ശ്രവണമാണ് ഭക്തിക്കുള്ള വഴി. തുടർന്ന് യദനുദ്യാസിനായുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത് കദാരതിം. യദനുധ്യാസിനായുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത് കദാരതിം. ഇവിടെ കോവിദാഹ എന്ന് പറയുന്നുണ്ട്. കോവിദാഹ എന്ന് പറഞ്ഞാൽ സമർത്ഥർ, നല്ല മിടുമിടുക്കന്മാർ, സ്മാർട്ടായിട്ടുള്ളവർ, അവനവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയം നേടാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർ. അങ്ങനെയുള്ള കോവിദന്മാർ അവരെന്ത് ചെയ്യുന്നു? ഏത് അനുദ്യാ അസിനായുക്താഹ. അനുദ്യാസിനായുക്താഹ എന്ന് പറഞ്ഞാൽ യത് അനുദ്യാ അസിനായുക്താഹ എന്നാണ്. അസി എന്ന് പറഞ്ഞാൽ വാളാണ്. ഇവിടെ എന്താണ് വാള്? അനുദ്യ. അനുദ്യ എന്ന് പറഞ്ഞാൽ നിരന്തര ധ്യാനം, ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്മരണം, നിരന്തര സ്മരണത്തിന്റെ ഇതാണ് അനുദ്യ. അനുദ്യയാകുന്ന അസിയാൽ യുക്തരായിട്ടുള്ളവർ, ഭഗവൽ ധ്യാനമായിരിക്കുന്ന ഭഗവൽ സ്മരണയാകുന്ന വാള് കയ്യിലേന്തിയവർ. അവരെന്ത് ചെയ്യണു? അവരൊരു കയറ് പൊട്ടിക്കുന്നു, ബന്ധനം അറുത്ത് കളയുന്നു ആ വാള് കൊണ്ട്. ആ വാൾ അതിനാണ്. ഏത് വാള് കയ്യിലുള്ളവർ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി മുറിച്ചു കളയുന്നു. ഏത് ബന്ധനം? നിബന്ധനം, നിതരാം ബന്ധനം, നല്ല ബലമുള്ള ബന്ധനമാണ് കർമ്മഗ്രന്ഥി. കർമ്മപാശം, അവിദ്യ, കാമം, കർമ്മം എന്നിങ്ങനെയുള്ള ഹൃദയഗ്രന്ഥി, ഈ കെട്ടുപാടുകള്, നമ്മുടെ വാസനാഗ്രന്ഥികള്, നമ്മെ ഈ സംസാരത്തിൽ ബന്ധിച്ചിരിക്കുന്ന കയറ്, അതാണ് ഗ്രന്ഥി. കർമ്മഗ്രന്ഥി ബന്ധനത്തെ ചിന്തന്തി മുറിച്ചു കളയുന്നു. കാരണം അവരുടെ കയ്യിൽ വാളുണ്ട്. ഏത് വാള്? ഭഗവൽ ധ്യാനമാകുന്ന വാള്. അനുദ്യാ അസിനാ യുക്താഹ. യദനുദ്യാസിനാ യുക്താഹ. ഏതൊരു ഭഗവാന്റെ സ്മരണയാകുന്ന ധ്യാനമാകുന്ന വാളുകൊണ്ട് അവര് ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയുന്നു, കർമ്മഗ്രന്ഥികളെ മുറിച്ചു കളയുന്നു. ഭഗവാനെ കുറിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ ലോക വിഷയങ്ങളിൽ നമുക്ക് താല്പര്യമില്ലാതെയാവും. ലോക വിഷയങ്ങളിൽ താല്പര്യമില്ലാതായാൽ അതിലുള്ള കർമ്മവും ഇല്ലാതാവും. കർമ്മവാസനകളും ക്ഷയിച്ചു പോകും. ഈ ലോകത്തിൽ നമുക്കൊന്നും നേടാനും വെട്ടിപ്പിടിക്കാനും ഇല്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ദൃഢമായി കഴിയുമ്പോൾ ആ കൃഷി നശിച്ചു പോകും. ഇപ്പം നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു കൃഷിയെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് തന്നെ നശിച്ചു പോയില്ലേ? നിങ്ങളതിന് വളവും കൊടുക്കുന്നില്ല, വിത്ത് ഇടുന്നില്ല, പൂട്ടുകയും ചെയ്യുന്നില്ല, കളപറിക്കുന്നില്ല. ഒരു കൃഷിസ്ഥലത്തേക്ക് നിങ്ങൾ തിരിഞ്ഞേ നോക്കുന്നില്ലെങ്കിൽ ആ കൃഷി മുരടിച്ചു പോകും, നശിച്ചു പോകും. ഇതുപോലെ നമ്മുടെ മനസ്സിലൊരു കൃഷി നടക്കുന്നുണ്ട്. എന്താണ്? കർമ്മപാശം, കർമ്മ വാസനകൾ വളർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ബഹിർമുഖരായി ലോക വിഷയങ്ങളുടെ പുറകെ പോയി ലോക വിഷയങ്ങളെ വെട്ടിപ്പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ പ്രോജക്റ്റ് ഇട്ടുകൊണ്ട് ഇന്ന് ഇത് കഴിഞ്ഞു, നാളെ ഞാൻ അത് നേടും, മറ്റന്നാളേക്ക് എൻ്റെ പ്രോജക്റ്റ് ഇന്നതാണ്, ഇങ്ങനെ ഓടി നടന്ന് വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കുന്നവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നവർ
കൃഷിയെക്കുറിച്ച് വിസ്മരിച്ചു. ഈ കർമ്മപാശം അറ്റുപോവുകയാണ്. അതാണ് യത് അനുദ്യ അസിനായുക്താഹ, ഏത് ഭഗവൽ ധ്യാനമാകുന്ന വാളുകൊണ്ട്, വാള് കയ്യിലുള്ളവർ, ഭഗവത് ധ്യാനമാകുന്ന വാള് കയ്യിലുള്ളവർ അവരുടെ കർമ്മഗ്രന്ഥിയുടെ ബന്ധനത്തെ ചിന്തന്തി, അവർ കോവിദന്മാരാണ്, മിടുക്കന്മാരാണ്. കോവിദാഹ തസ്യ കോന കുര്യാത് കഥാരഥിം, അങ്ങനെയുള്ള കോവിദന്മാരായിട്ടുള്ള ആളുകൾ, കോ ആരാണ്, കഹ തസ്യ കഥാരഥിം ന കുര്യാത്, ആ ഭഗവാന്റെ കഥയിൽ രതിയെ ചെയ്യാതിരിക്കുമോ? അപ്പോൾ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ, ഈ കർമ്മഗ്രന്ഥിയെ മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ കഥയിൽ രതിയെ ഉപേക്ഷിക്കുകയില്ല. കാരണം ഭഗവത് സ്മരണ എന്ന വാള് എപ്പോഴും മൂർച്ചയുള്ളതായിരിക്കാൻ ശ്രവണം എന്ന ചാണയില് അതിങ്ങനെ ഉരച്ചോണ്ടേയിരിക്കണം. ഈ വാള് മൂർച്ചയോടുകൂടി നിൽക്കാൻ, അല്ലെങ്കിൽ വാള് തുരുമ്പെടുത്തു പോകും. എപ്പോഴെങ്കിലും ശ്രവണം ചെയ്തിട്ട് എപ്പോഴും ഭഗവത് സ്മരണം നിലനിർത്താൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അതിനേക്കാൾ ശക്തിയോടുകൂടി ലോക വിഷയങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പോൾ ശ്രവണം എന്നുള്ളതൊരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു വൊക്കേഷൻ അല്ല, ഇറ്റ്സ് എ കമ്പൾസറി റെഗുലർ റുട്ടീൻ. ഒരു റുട്ടീനായി മാറട്ടെ ഭഗവത് കഥകളുടെ സ്മരണം. അങ്ങനെ നിരന്തരമായ ശ്രവണമാണ് നമ്മുടെ ഉള്ളിലെ ഈ ധ്യാനമാകുന്ന വാളിന് ശക്തി, മൂർച്ച. അങ്ങനെ വാള് മൂർച്ചയായാൽ നമുക്ക് ഈ കർമ്മബന്ധനത്തെ മുറിച്ച് കളയാൻ പറ്റും. നേരെ മറിച്ച് വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കേട്ടു, ഇനി അടുത്ത കൊല്ലം നോക്കാം, അല്ലേ? നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലൊരു ക്ഷേത്രത്തിലൊരു സപ്താഹം ഉണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലാണെങ്കിൽ ഈ വർഷം കേട്ടു, ഇനി അടുത്ത വർഷം. അപ്പോൾ ബാക്കി 358 ദിവസവും സംസാരം. 7 ദിവസത്തെ സപ്താഹം കൊണ്ട് 358 ദിവസം നിങ്ങൾ ആർജിച്ച സംസാരവാസനയെ ക്ഷയിപ്പിക്കാൻ പറ്റുമോ? വർഷത്തിലൊരിക്കൽ കുളിച്ചാൽ മതിയോ? വർഷത്തിലൊരിക്കൽ ഊണ് കഴിച്ചാൽ മതിയോ? 365 ദിവസത്തേക്കുള്ള വിശപ്പ് മാറുമോ? വർഷത്തിലൊരിക്കൽ കുളിച്ചാൽ ശരീരത്തിൻ്റെ നാറ്റം എന്നേക്കുമായി പോകുമോ? അതുപോലെയാണ് ഈ മനസ്സിലുള്ള ഈ വിഷയവാസന ദൂരീകരിക്കണമെങ്കിൽ വർഷത്തിലൊരിക്കൽ കുളിച്ചാൽ പോരാ, നിരന്തരം കുളിക്കണം, നിത്യം കുളിക്കണം. അതുകൊണ്ട് ഭഗവത് കഥാരഥി വിവേകികൾ, കോവിദന്മാരായിട്ടുള്ളവർ അവർ ചെയ്യാതിരിക്കുകയില്ല. ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ഭഗവാന്റെ കഥയിൽ എപ്പോഴും രതിയുള്ളവരായിരിക്കും. യദനുദ്യാസിനായുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ തസ്യ കോ ന കുര്യാത് കഥാരഥിം. ഇപ്പൊ കർമ്മബന്ധനത്തെ മുറിച്ചു കളയാൻ ഭഗവത് ധ്യാനം സഹായിക്കും. ഭഗവത് ധ്യാനം നിലനിർത്താനാവട്ടെ ഭഗവത് കഥാശ്രവണമാണ് സഹായിക്കുക. അപ്പം അതുകൊണ്ട് ഭഗവത് കഥാശ്രവണം അത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും. ഈ കർമ്മഗ്രന്ഥി മോചനം എന്ന് പറഞ്ഞാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചുദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ അവസ്ഥയിലേക്ക് നീട്ടുന്നതാണ്, ആ അവിടേക്ക് എത്തുന്നതാണ്. ആ പരവും അവരവുമായിരിക്കുന്ന ഈശ്വര തത്വം സാക്ഷാത്കരിച്ച് ഹൃദയഗ്രന്ഥികൾ പൊട്ടിച്ച് അജ്ഞാന സംശയങ്ങൾ മുഴുവൻ നശിപ്പിച്ച് എല്ലാ സഞ്ചിത പ്രാരബ്ധ ആഗാമി കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനമാണ്, മോക്ഷമാണ്. അപ്പോൾ മോക്ഷത്തിന് ഭഗവത് ധ്യാനമാണ് മാർഗം. ഭഗവത് ധ്യാനമായ മാർഗത്തിന് ഒരു അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ നിരന്തരമായ ശ്രവണം വേണം. ഭഗവാനെ ധ്യാനിക്കാൻ കഴിയണമെങ്കിൽ ശ്രവണം വേണം. അല്ലാതെ എപ്പോഴെങ്കിലും ഭഗവാനെ ധ്യാനിക്കാനിരുന്നാൽ, ശ്രവണമില്ലാതിരുന്നാൽ എന്തിനെ ധ്യാനിക്കും? അപ്പോൾ നിങ്ങൾ എന്താണോ കണ്ടതും കേട്ടതും അതിനെ ധ്യാനിക്കും. 24 മണിക്കൂറും നിങ്ങൾ എന്താണോ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ധ്യാന വിഷയം, അല്ലാതെ ഈശ്വരനായിരിക്കില്ല. ഈശ്വരനെക്കുറിച്ച് ധ്യാനിക്കണമെങ്കിൽ നിരന്തരം ഈശ്വരനെക്കുറിച്ച് ശ്രവണം ചെയ്യണം. ആ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം.
അല്ലെങ്കിൽ ഈശ്വരൻ ഒഴിച്ച് എല്ലാം വരും ധ്യാനത്തിൽ. ധ്യാനിക്കാനിരുന്നാൽ കുരങ്ങനെ ധ്യാനിക്കരുത് എന്നൊരു ഗുരു പറഞ്ഞു കൊടുത്തു. ധ്യാനിക്കാനിരുന്നാൽ ആകെ ഓർമ്മ വരുന്നത് കുരങ്ങനെ മാത്രം. എവിടെ തിരിഞ്ഞാലും കുരങ്ങൻ. അപ്പോൾ എന്തെങ്കിലും ധ്യാനിക്കരുത് എന്നല്ല പറയേണ്ടത്, എന്തിനെ ധ്യാനിക്കണം എന്നാ പറയേണ്ടത്. എന്തിനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപത്തെ ധ്യാനിക്കണം. അതിന് നിരന്തരമായി ഈശ്വരനെ കുറിച്ച് ശ്രവണം ചെയ്യണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. വെറുതെ വായിച്ചു പോയാൽ ഒന്നും മനസ്സിലാവില്ല. വളരെ സയന്റിഫിക് ആയിട്ടാണ് അവതരണം, സൈക്കോളജിക്കലായിട്ടാണ് അവതരണം. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ ഗദാരുചിഃ സ്യാൻ മഹൽ സേവയാ വിപ്രാഹ പുണ്യതീർത്ഥ നിഷേവണാത്. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ ഗദാരുചിഃ സ്യാൻ മഹൽ സേവയാ വിപ്രാഹ പുണ്യതീർത്ഥ നിഷേവണാത്. അപ്പൊ വാസുദേവ കഥാരുചി സ്യാദ്, വാസുദേവ കഥാരുചി ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകും? വിപ്രാഹ സനകാദികളെ ശൗനകാദികളെ എങ്ങനെയൊക്കെയാണ് ഭഗവത് കഥയിൽ അഭിരുചി ഉണ്ടാവുക? ഇവിടെ പറഞ്ഞു പുണ്യതീർത്ഥ നിഷേവണാത്. സത്സംഗങ്ങളൊന്നും കിട്ടാത്ത സമയത്ത് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നടന്ന വൃന്ദാവനം മുതലായിട്ടുള്ള പുണ്യതീർത്ഥങ്ങളെയൊക്കെ സേവിക്കുക. പുണ്യതീർത്ഥ നിഷേവണാത്. പുണ്യതീർത്ഥങ്ങൾ ഭഗവത് സ്മരണയെ നമ്മുടെ ഉള്ളിൽ ഉണർത്തും, പോസിറ്റീവ് എനർജി നൽകും, നല്ല ശുഭചിന്തകൾ വളർത്തും. അപ്പോൾ പുണ്യതീർത്ഥങ്ങളെ സേവിക്കുക. വളരെ കാലം പുണ്യതീർത്ഥങ്ങളെ സേവിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മഹൽ സേവയുണ്ടാകും. എന്നുവെച്ചാൽ മഹാത്മാക്കളെ കണ്ടുമുട്ടും. ഈ പുണ്യതീർത്ഥങ്ങളിൽ ചിരകാലം തീർത്ഥാടനം ചെയ്തതിൻ്റെ പുണ്യം കൊണ്ട് സജ്ജനങ്ങളെ കണ്ടുകിട്ടാൻ കഴിയും. പല പുണ്യക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടെ മഹാത്മാക്കളെ കാണും. ആദ്യകാലങ്ങളിലൊന്നും അവരെ മൈൻഡ് ചെയ്യില്ല. ഞാൻ പോയത് സൈറ്റ് സീയിങ്ങിനാണ്, കാഴ്ചകൾ കാണാനാണ്. അങ്ങനെ മഹാത്മാക്കളെയൊന്നും കാണാതെ സൈറ്റ് സീയിങ് കഴിഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോൾ ഈ തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഓരോ തീർത്ഥത്തിൽ പോയാലും അവിടെ ഏതെങ്കിലും മഹാത്മാക്കൾ തപസ്വികൾ ജീവിക്കുന്നുണ്ടാവും. അവരെ ചെന്ന് കാണലാണ് പ്രധാനം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തീർത്ഥസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെ ആരാണ് മഹാത്മാവുള്ളത് എന്ന് അന്വേഷിക്കും. അങ്ങനെ മഹാത്മാക്കളെ ചെന്ന് കാണുമ്പോൾ ആദ്യം കണ്ട് നമസ്കരിച്ച് പോരും. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇരിക്കണം എന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ തോന്നും. എന്തെങ്കിലും ചോദിച്ചാൽ അവർ കാരുണ്യം കൊണ്ട് നമുക്ക് നല്ല ഭഗവത് കഥകൾ പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് സത്സംഗത്തിൽ താല്പര്യം രുചിയുണ്ടാവും. അപ്പോൾ അങ്ങനെ മഹൽ സേവയ, മഹത്തുക്കളുടെ സേവ കൊണ്ടും, അങ്ങനെ ശുശ്രൂഷോഹോ ശ്രദ്ധദാനസ്യ, ഭഗവത് കഥകൾ ശ്രവിക്കാൻ ആഗ്രഹമുള്ളവനായി ശ്രദ്ധാലുവായി മാറുന്നു. അങ്ങനെയുള്ളവന് വാസുദേവ കഥാ രുചി സ്യാത്. സർവാത്മാവായ വാസുദേവനായ ഭഗവാന്റെ കഥയിൽ രുചിയുണ്ടാകുന്നു, താല്പര്യം ജനിക്കുന്നു. അപ്പൊ ചിരകാലം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയും പൂജാദികളുടെയും തീർത്ഥാടനങ്ങളുടെയും വ്രതങ്ങളുടെയും നാമജപങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് സത്സംഗം ലഭിക്കുക. സത്സംഗം നിരന്തരം അതിൽ പങ്കെടുക്കുന്തോറും ഭഗവാനോടുള്ള അഭിരുചി, ഭഗവാന്റെ കഥയിലുള്ള താല്പര്യം വളർന്നു വരും. അല്ലാതെ ഇതൊന്നും ആകാശത്തുനിന്ന് പൊട്ടി വീഴില്ല, പെട്ടെന്നുണ്ടാവുന്നതല്ല, യാദൃച്ഛികമായിട്ട്. ഇതിനൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം, സംസ്കാരമുണ്ടാവണം. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാൻ മഹൽ സേവയാ വിപ്രാഹ പുണ്യതീർത്ഥ നിഷേവണാത്. അപ്പൊ ഭക്തി മുക്തിക്ക് കാരണമാണ്. ആ ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക? മഹൽ സേവ. ആ മഹൽ സേവ എപ്പോഴാ കിട്ടുക? പുണ്യതീർത്ഥ നിഷേവണാത്. ശൃണ്വതാം സ്വകഥാം കൃഷ്ണഃ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിദുനോതി സുഹൃത്സതാം.
ശൃണ്വതാം സ്വഗതാം കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ശൃണ്വതാം സ്വകഥാം കൃഷ്ണഃ. സ്വകഥാം ശൃണ്വതാം, തൻ്റെ കഥയെ കേൾക്കുന്നവർക്ക്, കൃഷ്ണഃ ആ ഭഗവാൻ, പുണ്യശ്രവണ കീർത്തനഃ ഭഗവാന്റെ ശ്രവണകീർത്തനങ്ങൾ പുണ്യം നൽകുന്നതാണ്. ആരെക്കുറിച്ച് ശ്രവിക്കുന്നത് നമുക്ക് പുണ്യമോ, ആരെക്കുറിച്ച് കീർത്തിക്കുന്നത് പുണ്യമോ, അവൻ പുണ്യശ്രവണ കീർത്തനൻ. ആരുടെ ശ്രവണം പുണ്യം, ആരുടെ കീർത്തനം പുണ്യം, സഹ പുണ്യശ്രവണ കീർത്തനഃ. അങ്ങനെയുള്ള പുണ്യശ്രവണ കീർത്തനനായിട്ടുള്ള കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കഥകളെ കേൾക്കുന്നവർക്ക് അവരുടെ ഹൃദി അന്തസ്ഥഃ, ഹൃദയത്തിന്റെ ഉള്ളിലിരുന്നിട്ട്, ഹൃദി അന്തസ്ഥഃ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നവനായിട്ട് അവൻ അവിടേക്ക് കുടിയേറും. ഇവിടെ വന്ന് സ്വന്തം സ്ഥാനം പിടിക്കും. അങ്ങനെ ഹൃദയത്തിലിരുന്നു കൊണ്ട് അവൻ സദാം സുഹൃത്താണ്. സജ്ജനങ്ങളുടെ സുഹൃത്തായ ഭഗവാൻ അഭദ്രാണി വിധുനോതി, അവരുടെ ഉള്ളിലുള്ള അമംഗളങ്ങളെ, കർമ്മവാസനകളെ, ഏതൊക്കെ ചാബല്യങ്ങളുണ്ടോ, രാഗദ്വേഷാദി മാലിന്യങ്ങളെ എല്ലാറ്റിനെയും വിധുനോതി നശിപ്പിക്കുന്നു. ഭഗവാൻ നമ്മുടെ ഹൃദയമാകുന്ന ഗൃഹത്തിലേക്ക് പ്രവേശിച്ചാൽ, ഗൃഹപ്രവേശം ചെയ്താൽ ഭഗവാൻ എന്ത് ചെയ്യും? വീട് വൃത്തിയാക്കും. ഭഗവാന് താമസിക്കണമെങ്കിൽ ചപ്പുചവറ കൂടിയിരിക്കുന്നിടത്ത് ഇരിക്കില്ല. അപ്പൊ ഭഗവാൻ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയൊക്കെ ഭഗവാൻ തന്നെ പുറന്തള്ളും. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള അഭദ്രങ്ങൾ, അമംഗളങ്ങൾ, മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടും. ഭഗവാൻ എന്നാലേ ഇരിക്കുള്ളൂ. അപ്പൊ ഭഗവാൻ തന്നെ ശുദ്ധമാക്കിക്കോളും. നമ്മളൊരു സ്ഥാനം കാണിച്ചു കൊടുത്താൽ മതി. ഭഗവാനെ ഇതാ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഓ, സമ്മതിച്ചു. ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ അവിടെ വന്ന് കൂടിയാൽ ഭഗവാൻ അവിടെ വൃത്തിയാക്കി വെച്ചോളും. നമ്മുടെ ഹൃദയം ഭഗവാൻ ശുദ്ധമാക്കുക. അതാണ്, ഏതൊരു ഹൃദയത്തിൽ നിരന്തര ഭഗവത് സ്മരണയുണ്ടോ ആ ഹൃദയം ശുദ്ധമാകും. ആ ഹൃദയം ശുദ്ധമാകും. അതാണ് ഹൃദ്യന്തസ്തോഹി അഭദ്രാണി വിധുനോതി സുഹൃൽ സദാം. സജ്ജനങ്ങളുടെ സുഹൃത്തായ ഭഗവാൻ ആ ഹൃദയത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവിടെയുള്ള അഭദ്രങ്ങളെ, അമംഗളങ്ങളെ, മാലിന്യങ്ങളെ തുടച്ചു നീക്കുന്നു, ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ശുദ്ധമായൊരു ശ്രീകോവിലാക്കി മാറ്റുന്നു. അപ്പോൾ കഥ കേൾക്കുന്നവരുടെ ഉള്ളിലാണ് ഭഗവാൻ നന്നായി പ്രകാശിക്കുന്നത്. കഥ കേൾക്കാത്തവരുടെ ഉള്ളിലും ഭഗവാൻ ഉണ്ട് ആത്മാവായിട്ട്. പക്ഷെ അവിടെ പ്രകാശിക്കുന്നില്ല. കാരണം മാലിന്യങ്ങൾ കൂടി കിടക്കുക, അവിടെ പ്രകാശിക്കുന്നില്ല. എന്നാൽ കഥ കേൾക്കുന്നവരുടെ ഉള്ളില് ഭഗവാൻ എല്ലാം വൃത്തിയാക്കി ശുദ്ധമാക്കി സന്തോഷമായിട്ട് കഴിയുന്നു. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. നഷ്ടപ്രായേഷു അഭദ്രേഷു, നമ്മുടെ ഉള്ളിലുള്ള ഈ അഭദ്രങ്ങൾ, ഈ അമംഗളങ്ങളെല്ലാം പ്രായേണ നഷ്ടമാകുമ്പോൾ, പൊതുവെ നശിച്ചു പോകുമ്പോൾ, എങ്ങനെ? നിത്യം ഭാഗവത സേവയ. ഭാഗവത സേവ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവതം എന്ന ഗ്രന്ഥസേവയുമാകാം. ഭാഗവതന്മാർ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരാണ്, മഹാത്മാക്കൾ. അപ്പൊ മഹാത്മാക്കളായ ഭക്തജനങ്ങളെ സേവിച്ചിട്ട് എന്ന് വെച്ചാൽ സത്സംഗം കൊണ്ട്. ഇപ്പൊ ഭാഗവത സേവ എന്ന് പറഞ്ഞാൽ സത്സംഗം തന്നെയാണ്. ഇപ്പൊ ഭാഗവത ഗ്രന്ഥവും സത്സംഗം തന്നെയാണ്. അപ്പൊ സത്സംഗം കൊണ്ട്, നിത്യവും ചെയ്യുന്ന സത്സംഗം കൊണ്ട് ഹൃദയത്തിലുള്ള അഭദ്രങ്ങൾ നശിച്ചു പോകുമ്പോൾ ഉത്തമ ശ്ലോകേ ഭഗവതി നൈഷ്ഠികീ ഭക്തി ഭവതി. ഉത്തമ ശ്ലോകനായ ഭഗവാനിൽ, ഏറ്റവും കീർത്തനീയനായിട്ടുള്ള ഭഗവാനിൽ, ആരെയാണോ ശ്ലോകം ചെയ്യാൻ ഉത്തമൻ, കീർത്തിക്കാൻ യോഗ്യനായിട്ടുള്ളവൻ, ആ ഭഗവാനിൽ ഭഗവതി നൈഷ്ഠികീ ഭക്തി ഭവതി.
നൈഷ്ഠികി എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടിയത്, നല്ല ഉറച്ചത് എന്നർത്ഥം. നിതരാം സ്ഥിതിയാണ് നിഷ്ഠ. അപ്പൊ നല്ല ഉറച്ച ഭക്തി ഉണ്ടാകുന്നു. അപ്പോ നിരന്തരമായിട്ടുള്ള സത്സംഗം കൊണ്ട് ഹൃദയത്തിലെ അഭദ്രങ്ങളെല്ലാം നശിച്ച് ഉത്തമ ശ്ലോകനായ ഭഗവാനിലെ ഭക്തി ഉറയ്ക്കുന്നു എന്നർത്ഥം. നൈഷ്ഠികീ ഭക്തി ഭവതി. എല്ലാ ദോഷങ്ങളും നീങ്ങുമ്പോൾ ഉറയ്ക്കുന്നു. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഭക്തിക്ക് ഇളക്കുണ്ടായിക്കൊണ്ടിരിക്കും. അത് നിരന്തരമായ സത്സംഗം കൊണ്ട് ആ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ പൂർണ്ണമായി പോയി കഴിയുമ്പോൾ അത് നന്നായി ഉറയ്ക്കുന്നു. ഏത്? ഭക്തി ഉറയ്ക്കുന്നു. നൈഷ്ഠികീ ഭക്തി ഭവതി. തദാ രജസ്തമോ ഭാവാഃ കാമലോപാദയശ്ചയേ ചേത ഏതൈരനാവിദ്ദം സ്ഥിതം സത്വേ പ്രസീദതി. തദാ രജസ്തമോ ഭാവാഃ കാമലോപാശ്ചയേ ചേതഃ ഏതൈഃ അനാവിദ്ദം സ്ഥിതം സത്വേ പ്രസീദതി. അങ്ങനെ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നൈഷ്ഠികയായാലോ, ഉറച്ചാലോ, തഥാ അപ്പോൾ രജസ്തമോ ഭാവാഹ, രജസിന്റെയും തമസിന്റെയും ഭാവങ്ങൾ, എക്സ്പ്രഷൻസ്, പ്രകടനങ്ങൾ, മാനിഫെസ്റ്റേഷൻസ് ഏത് രൂപത്തില്? കാമലോപാദയ. രജസിന്റെയും തമസിന്റെയും എക്സ്പ്രഷനാണ് കാമവും ലോഭവും. തമസ്സാണ് കാമത്തെ ജനിപ്പിക്കുന്നത്, രജസ്സാണത് ലോഭമാക്കി മാറ്റുന്നത്. അങ്ങനെ കാമലോപാദി ഭാവങ്ങൾ എന്താവുന്നു? നശ്യതി എന്നർത്ഥമാണ്. നശിക്കുന്നു. എന്നിട്ട് ഏതൈഹി അനാവിദ്ദം, ഇവയാൽ സ്പർശിക്കപ്പെടാത്തതായിട്ട്, ആവരണം ചെയ്യപ്പെടാത്തതായിട്ട്, ആ മാലിന്യങ്ങളാൽ, കാമലോപാദി മാലിന്യങ്ങളാൽ മുക്തമായിട്ട്, ചേതഃ സത്വേ സ്ഥിതം പ്രസീദതി, സത്വഗുണത്തിൽ സ്ഥിതമായിട്ട് പ്രസാദിക്കുന്നു. അപ്പോൾ രജസ്സും തമസ്സുമാകുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായി നീങ്ങി സത്വഗുണം മാത്രം ശേഷിക്കുന്നു. ആ സത്വഗുണം ആണ് ശാന്തിയും പ്രസാദവും. അപ്പൊ മനസ്സ് ചേതഃ സത്വഗുണപൂർണമായി സ്ഥിതം സത്വേ പ്രസീദതി. ചേതഃ ഏതൈഹി ദോഷൈഹി അനാവിദ്ദം, ഈ രജസ്തമസ്സുകളാകുന്ന ദോഷങ്ങളില്ലാതെ പരിശുദ്ധമായി സത്വഗുണം പൂർണ്ണമായി വർദ്ധിച്ച് സത്വഗുണത്തിന്റെ പ്രകടനമായ മാനിഫെസ്റ്റേഷനായ പ്രകാശം, പ്രസാദം, ശാന്തി, ആനന്ദം ഒക്കെ പ്രകാശിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ പോകാൻ ഭഗവത് കഥകൾ സത്സംഗത്തിലൂടെ നിരന്തരം കേട്ടാൽ ഭക്തി ഉറയ്ക്കുകയും രജസും തമസ്സും നീങ്ങി സത്വഗുണം ഉറയ്ക്കുകയും ചെയ്യുന്നു. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗതഃ ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസഃ ഭഗവൽ ഭക്തിയോഗതഃ, ആ ഭഗവാനോടുള്ള ഭക്തിയോഗം കാരണമായിട്ട് ഏവം പ്രസന്ന മനസഃ, ഇപ്രകാരം പ്രസന്നമായ മനസ്സോടുകൂടെ മുക്തസംഗസ്യ, ഈ വിഷയങ്ങളിൽ നിന്ന് സംഘമെല്ലാം പോയവനായിട്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവത് തത്വവിജ്ഞാനം ജായതേ. ഭഗവാന്റെ തത്വവിജ്ഞാനം, ഭഗവാനെ കുറിച്ചിട്ടുള്ള പരമാർത്ഥ ബോധം, ആരാണ് ഭഗവാൻ, എന്താണ് ഭഗവത് സ്വരൂപം, തത്വവിജ്ഞാനം ജായതേ. ഭഗവാൻ ആരുടെയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മകനാണെന്നോ ഏതെങ്കിലും ലോകത്തിലിരിക്കുന്നു എന്നുള്ളതല്ല ഭഗവാന്റെ തത്വം. സച്ചിദാനന്ദ സ്വരൂപം, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണമായിരിക്കുന്ന ആ ഭാവം, എന്നാൽ പ്രപഞ്ചത്താൽ ബാധിക്കപ്പെടാത്ത പ്രപഞ്ച അതീതമായ ഭഗവാന്റെ ഭാവം. ഈ പ്രപഞ്ചം കാണുന്നത് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ കാരണൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം ഭഗവാനിൽ ആരോപിതം മാത്രമാണ്. ഭഗവാൻ നിത്യശുദ്ധ മുക്ത സ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ ഭഗവാന്റെ തത്വജ്ഞാനം ഈ എല്ലാ വിഷയങ്ങളിലുള്ള സംഘം പോയി നല്ല ശുദ്ധമായ ഭക്തി കൊണ്ട് പ്രസന്ന മനസ്സനായിട്ട് മനസ്സ് പ്രസാദിക്കുമ്പോൾ ട്രാൻസ്പെറൻ്റായ മനസ്സ് ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം എന്ന പ്രകാശത്തെ
തടസ്സമില്ലാതെ പ്രകാശിപ്പിക്കുന്നു മനസ്സ് പരിശുദ്ധമാകുമ്പോൾ. അപ്പോൾ മനസ്സ് പരിശുദ്ധമാകാൻ ഭഗവാനിലുള്ള ഉറച്ച ഭക്തിയാണ് ഏറ്റവും ആവശ്യം. ഭഗവൽ ഭക്തിയോഗത പ്രസന്ന മനസ്സഹ. ഭഗവാന്റെ ഭക്തിയോഗം കൊണ്ട് പ്രസന്നമായ മനസ്സുള്ള ഒരാൾക്ക് അവൻ മുക്തസംഗനാകുന്നു. ആ മുക്തസംഗസ്യ ഭഗവൽ തത്വവിജ്ഞാനം ജായതേ. അപ്പൊ തത്വജ്ഞാനിയായി ഭവിക്കുന്നു അവൻ. ആ തത്വജ്ഞാനം കൊണ്ട് എന്താണ് ഗുണം? അതാണ് ഉപനിഷത്ത് പറയുന്ന വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവ ആത്മനി ഈശ്വരേ. ആ ആത്മനി ഈശ്വരേ ദൃഷ്ടേ, ആത്മസ്വരൂപനായ ഈശ്വരനെ ദർശിക്കുമ്പോൾ, ദൃഷ്ടേ സതി, സതി സപ്തമി, ഭഗവാനെ ദർശിച്ചാൽ, സ്വാമിയെ കണ്ടാൽ എന്താ ഫലം? മോക്ഷം കിട്ടും. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, ഭഗവാനെ കണ്ടാൽ മോക്ഷം കിട്ടും. ആ മോക്ഷത്തെയാണ് ഇവിടെ പറഞ്ഞത്. വിദ്യതേ ഹൃദയഗ്രന്ഥി. ഹൃദയത്തിലെ അവിദ്യ, കാമം, കർമ്മം എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കുരുക്ക് പെട്ട് കിടക്കുന്ന ആ കെട്ടുകളൊക്കെ പൊട്ടുന്നു. ഹൃദയഗ്രന്ഥി വിദ്യതേ ഛിദ്യന്തേ സർവസംശയാഃ. സർവസംശയങ്ങളും ഛേദിക്കപ്പെടുന്നു. ക്ഷീയന്തേ ച അസ്യ കർമാണി. അവന്റെ കർമ്മങ്ങൾ ക്ഷയിച്ചു പോകുന്നു. എപ്പോൾ? ആ ആത്മസ്വരൂപനായ ഈശ്വരനെ ദർശിക്കുമ്പോൾ. ദൃഷ്ടേ, ദൃഷ്ടേ എന്നുള്ളത് ലോപിച്ചു പോവാണ്, ദൃഷ്ടാന്നാവുന്നത്. പിരിക്കുമ്പോ ദൃഷ്ടേ. ആരേ ദൃഷ്ടേ സതി? ആത്മനി ഈശ്വരേ ദൃഷ്ടേ സതി. ആത്മാവായ ഈശ്വരനെ, പരമാത്മാവായ ഈശ്വരനെ ദർശിക്കുന്ന മാത്രയിൽ മോക്ഷം സംഭവിക്കുന്നു. അപ്പോ ഭക്തിയുടെ ലക്ഷ്യം, ഭക്തിയുടെ റിസൾട്ട്, ഭക്തി വല്ലരി പൂക്കുമ്പോൾ അതിലുണ്ടാകുന്ന മൂത്തു പഴുത്ത ഫലമാണ് മോക്ഷം. അപ്പൊ ഭക്തി വല്ലരിയെ നമുക്ക് വളർത്താം. അപ്പോ എവിടുന്നാ വിത്ത് കിട്ടുക? അത് ശ്രവണത്തിൽ നിന്നാണ് വിത്ത് കിട്ടുക. എവിടുന്നാ വളം കിട്ടുക? അതും ശ്രവണത്തിൽ നിന്ന് തന്നെ. എവിടുന്നാ വെള്ളം ഒഴിക്കുക? അതും ശ്രവണത്തിൽ നിന്ന് തന്നെ. എങ്ങനെയാ, എന്ത് താങ്ങാണിതിന് താങ്ങിക്കൊടുക്കുക വള്ളി വളരാൻ? അതും ശ്രവണം തന്നെയാ. അങ്ങനെ ശ്രവണത്തിലൂടെ ഭക്തിയാകുന്ന വള്ളി പൂത്ത് കായ്ച്ച് പഴം തരും. ആ പഴമാണ് മോക്ഷം. അപ്പൊ ഭക്തി വല്ലരി വളർത്താം നമുക്ക്. അതിന് ഏറ്റവും മുഖ്യം ശ്രവണം തന്നെയാണ്. ശ്രവണം തന്നെയാണ്. ശ്രവണം തന്നെയാണ്. വിത്തൗട്ട് ശ്രവണം ഷോർട്ട് കട്ടുകളില്ല. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ നാരായണ നാരായണ. അപ്പോൾ വൈകിട്ട് നാരായണീയം കാണാം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഹരി ഓം. ഹരി ഓം. നാളെ തുടരും. നാളെ വ്യാഴാഴ്ച. അല്ല, അതെ. ഹരി ഓം.